ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം. ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതും കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ടും സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. ദൈവം അവൻ്റെ പ്രവൃത്തി വ്യക്തികളിൽ കൂടെ, മനുഷ്യരിൽ കൂടെ ചെയ്യുവാൻ ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയാണ്. ദൈവം ഒരു കാര്യം, അപ്പോൾ ഇവിടെ കൊണ്ടുവരുന്ന വാക്ക് നോക്കിയോ, നസ്രാനാം യേശുവിനെ ആരാൽ? ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം ആരെ അഭിഷേകം ചെയ്തു? യേശുവിനെ അഭിഷേകം ചെയ്തു. നിങ്ങളെൻ്റെ കൂടെ ഒന്ന് ശ്രദ്ധിച്ച് പറയണം. ദൈവം വിളിച്ചത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാനാണ്. അപ്പോൾ യേശുവിനെ ദൈവം വിളിക്കുന്ന ഭാഗം നിങ്ങൾ നോക്കിയേ. നസ്രാനാം യേശുവിനെ ദൈവം എങ്ങനെ വിളിച്ചേ? പരിശുദ്ധാത്മാവിനാലും ദൈവത്തിന്റെ, ആരുടെ ശക്തിയാൽ? ദൈവത്തിന്റെ ശക്തിയാലും. അപ്പൊ പരിശുദ്ധാത്മാവിനാലും ദൈവത്തിന്റെ ശക്തിയാലും ആരെ അഭിഷേകം ചെയ്തു? യേശുവിനെ അഭിഷേകം ചെയ്തു. ദൈവം എന്നിട്ട് അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു. ദൈവം യേശുവിനോടുകൂടെ ഇരുന്നത് കൊണ്ട് യേശു എന്ത് ചെയ്യുന്ന പറഞ്ഞേ? നന്മ ചെയ്തു. യേശുവിനോട് കൂടെ ഇരിപ്പുണ്ടോ? യേശു നമ്മുടെ കൂടെ ഇരിപ്പുണ്ടോ എന്നുള്ളതിന് ഒന്നാമത് അടിവര ഇട്ട് നോക്കിയാൽ മതി. എന്ത് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ഓർത്തോ, എല്ലാം കൂടെ ഉണ്ടോ? ഇത് കാണുന്നില്ലെങ്കിൽ ഓർത്തോളം വേറെ എന്തോ ആത്മാവാണ് യേശു, പരിശുദ്ധാത്മാവല്ല. തിരിച്ചറിയാൻ ഏറ്റവും നല്ല നന്മ ചെയ്യുന്നതിൽ ഇവിടെ പറയുന്നു, അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നല്ലോ. അപ്പൊ ആരുടെ കൂടെ ഇരുന്നു? യേശു കർത്താവിന്റെ കൂടെ പിതാവാൻ ദൈവം ഇരുന്നു. എന്തിനു വേണ്ടി ഇരുന്നു? അല്ലോ, എന്നതിനു വേണ്ടി ഇരുന്നേ? നന്മ ചെയ്യാൻ. അഭിഷേകമൊക്കെ അവിടെ നിൽക്കട്ടെ. നന്മ ചെയ്യാൻ വേണ്ടിയാണ് ദൈവം അഭിഷേകം. അപ്പൊ ഇവിടെ പറയുന്നു, ദൈവം എന്താ ആഗ്രഹിക്കും? ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ കൂടെ ചെയ്തെടുക്കുവാൻ ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്ന് വിളിക്കപ്പെടും. യേശു പറഞ്ഞു, അവനെ കൈക്കൊണ്ട്, ആരെ കൈക്കൊണ്ട്? യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളായി. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ഈ ആത്മാവും ഈ പ്രവൃത്തിയും വരും. പിടികിട്ടിയോ? അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ തിരിച്ചറിഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ അഭിഷേകത്തിൻ്റെ ശക്തി എന്ന് പറയുന്ന ഒന്ന് അടയാളം വെക്കുന്നതിനാ, നന്മ ചെയ്യുന്നവരാ. കാരണം നിങ്ങളൊരു സങ്കീർത്തനം ഒന്ന് എടുക്കാവോ? സങ്കീർത്തനം 66-ാം അധ്യായം, ഞാനിത് പിന്നെ തിരിച്ചൊന്നുകൂടെ വരാം. 66-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം ഒന്ന് എടുത്തേ. സങ്കീർത്തനം 66-ന്റെ 3. നിന്റെ പ്രവൃത്തികൾ, ആരുടെ പ്രവൃത്തിയാ? ദൈവത്തിന്റെ പ്രവൃത്തികൾ പറയാം. 66-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ചേ. നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം, നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം, നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ എന്ത് ചെയ്യും? കീഴടങ്ങപ്പെടും. ഏത് പ്രതിസന്ധി വന്നാലും അതെന്ത് ചെയ്യും? കീഴടങ്ങപ്പെടും. ഗദരദേശത്തെ ഭൂതം വന്നാലും, കല്ലറയിൽ അടക്കപ്പെട്ട ലാസറാണെങ്കിലും ഈ നാമത്തിൻ്റെ ശക്തിയാൽ എന്ത് ചെയ്യും? ഉയർക്കപ്പെടും. അത്ഭുതങ്ങൾ നടക്കും. എന്തുകൊണ്ട്? ആരാൽ അഭിഷേകം പ്രാപിച്ചു? ആരുടെ അഭിഷേകം യേശുവിൻ്റെ മേലിരിക്കുന്നു? നസ്രാനാം യേശുവിനെ പിതാവാൻ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും എന്ത് ചെയ്തിരിക്കുക? അഭിഷേകം ചെയ്തിരിക്കൂ. യേശു കർത്താവിനെ ദൈവം അഭിഷേകം ചെയ്തതുപോലെ തന്നെ ആരെ അഭിഷേകം ചെയ്യും? നമ്മളെ അഭിഷേകം ചെയ്യും. നമ്മൾ ആരായതുകൊണ്ട്? ദൈവ മക്കളായി മാറിയതുകൊണ്ട്. അമ്മ ഇവിടെ പറയുന്നു, നിന്റെ ഭയങ്കരം നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ എന്ത് ചെയ്യുന്നു? ശത്രുക്കൾ. അന്ന് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ
ദൈവപുത്രൻ പ്രത്യക്ഷനായി. അപ്പോൾ പിശാചിനൊരു പ്രവൃത്തിയുണ്ട്. അതിനെ അഴിക്കുന്ന പദ്ധതി ആരുടെ പദ്ധതിയാ? ദൈവത്തിൻ്റെ പദ്ധതിയാ. പിശാചിൻ്റെ പ്രവൃത്തിയെ ആരാൽ അഴിക്കപ്പെടും? പിശാചിൻ്റെ ബന്ധനം ആരഴിയപ്പെടും? ആരാൽ അഴിയപ്പെടും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ബന്ധനങ്ങൾ എന്തു ചെയ്യും? അഴിയപ്പെടും. കുരുട്ടുകണ്ണുകൾ തുറക്കപ്പെടും. അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടും. അപ്പം ആരുടെ കൂടെ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം? അമീൻ. അത് നിങ്ങളെ അകത്ത് പിടികിട്ടുന്നോ? ഒരിക്കൽ കൂടെ ഞാൻ കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വേഗത്തിലൊന്ന് വന്നേ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. വിശ്വസിച്ചവരുടെ കൂടെ ആരെ? വിശ്വസിച്ചവരെ. കണ്ടോ? ഒന്ന് പഠിപ്പിച്ചിട്ട് കയറി വരും പെട്ടെന്ന്. വിശ്വസിച്ചവരുടെ കൂട്ടം, ദൈവത്തെ വിശ്വസിച്ചവരുടെ കൂട്ടം ഏത് ഹൃദയമുള്ളവരായിരുന്നു? ഉണ്ടോ സഭയ്ക്കകത്ത് അങ്ങനെ ഒരു ഹൃദയം? ഏതെങ്കിലും സഭയ്ക്കകത്ത് അങ്ങനെ ഉണ്ടോ? ഏറ്റവും കൂടുതൽ അങ്ങോട്ട് ഞാൻ കുറ്റം പറയുന്ന ഹൃദയം എവിടെ ഇരിക്കുന്ന ഹൃദയമാ? അതിന് നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നേ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന ഒരു ഫോൺ എടുത്ത് ഒരു സഭയ്ക്കകത്തിരിക്കുന്ന വിശ്വാസിയെ വിളിച്ച് അങ്ങോട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ആരെക്കുറിച്ചാണ് പറയുന്നത്? പുറത്തിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് പറയുന്നത്? അല്ലല്ലോ. നിങ്ങളുടെ മുഖം തെളിയുന്നില്ലെന്ന് എനിക്കറിയാം, തെളിയത്തുമില്ലെന്ന് എനിക്കറിയാം. ഏറ്റവും കൂടുതൽ പറയുന്ന ആരെക്കുറിച്ചാ? ഒരപ്പത്തിൻ്റെ അംശയായ സഹവിശ്വാസിയെക്കുറിച്ച്. ആണോ അല്ലയോ? ഹലോ, വിടുതൽ താമസിക്കുന്നുണ്ടോ? വഴി തുറക്കാതിരിക്കുന്നുണ്ടോ? രൂപാന്തരം വരണം. ഇവിടെ പറയുന്ന വാക്ക് വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഒരൊറ്റ ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. ഒറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ അവർക്ക്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ മറ്റൊരുത്തൻ്റെ സങ്കടം കാണുമ്പോൾ നിനക്ക് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ മാറിയെന്ന് കൈയടിച്ച് ആരാധിക്കണ്ടോ അവൻ്റെ അവസ്ഥ മാറുന്നത്? അപ്പൊ ഇവിടെ പറഞ്ഞ രണ്ട് കാര്യം. വിശ്വസിച്ചവരുടെ കൂട്ടം, ആരിൽ? ദൈവത്തിൽ വിശ്വസിച്ച യേശു കർത്താവിൽ വിശ്വസിച്ചവരുടെ കൂട്ടം എന്നായിരുന്നു? ഏക ഹൃദയമുള്ളവരായിരുന്നു, ഏക മനസ്സുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. ഇതൊക്കെ എൻ്റെ ആണ് കേട്ടോ, ഞാൻ വലിയ സംഭവമാണ് എന്നൊന്നും ആരും എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. അടുത്ത വാക്യം. സകലവും അവർക്ക് പൊതുവായി. ഒരുത്തന് കഷ്ടത വന്നാൽ മറ്റവൻ കൂടെ നിൽക്കും. ഒരുത്തന് പ്രയാസം വന്നാൽ മറ്റുള്ളവർ അവർക്ക് വേണ്ടി കൂട്ടത്തോടെ പ്രാർത്ഥിക്കും. ഒരു പ്രതിസന്ധി വന്നാൽ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഒരു പറ്റം ജനം രാത്രി ഏകാന്തതയിലിരുന്ന് പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സ്വർഗം ഏക മനസ്സോടെ, 12-ാം അധ്യായം നിങ്ങൾ നോക്കിയാൽ മതി. എടുക്കണമെന്നില്ല. ഏക മനസ്സോടെ അവർ ഏകാഗ്രതയോടെ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൻ്റെ ദൂതൻ ഇറങ്ങി. അപ്പോൾ അവരെങ്ങനെയുള്ളവരായിരുന്നു? ഏക മനസ്സും ഏകാഗ്രത ഹൃദയത്തോടു കൂടിയായിരുന്നു. ഇവിടെ പറയുന്ന സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിൽ ജയമുണ്ടായി. ഇവരെ പറ്റി ഭാരപ്പെടണോ? വേണ്ട. ഇവർ ഏക മനസ്സുള്ളവരാ. ഇവർ കർത്താവിനെ ആത്മാവിന് സത്യത്തിലും ഭാരത്തോടെ അല്ല ഇവർ ആരാധിക്കുന്നേ, മനസ്സോടെയാണ് ഇവർ ആരാധിക്കുക. ഇവിടെ പറയുന്നു അപ്പോസ്തലന്മാർ അതുകൊണ്ട് മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് എന്ത് ചെയ്തു? സാക്ഷ്യം പറഞ്ഞു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. ഈ എല്ലാവർക്കും അപ്പോസ്തലന്മാർക്ക് കിട്ടിയതാണോ? ശുശ്രൂഷ ചെയ്യുന്നവർക്ക് കൃപ ലഭിച്ചെന്നാണോ? എല്ലാവർക്കും. വാക്ക് കിടക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും അധികം, ധാരാളം, കുറച്ചല്ല ധാരാളം കൃപ ലഭിച്ചു. എങ്ങനെയുള്ളവരായോണ്ടെന്നാ ആദ്യം 32 തുടക്കം പറഞ്ഞേ. ഏകഹൃദയവും ഏക മനസ്സും. ഏകഹൃദയം ഏക മനസ്സും ഉണ്ടെങ്കിൽ ധാരാളം കൃപ ലഭിക്കത്തുള്ളൂ. അല്ലെങ്കിൽ 50 വർഷം കൊട്ടിപ്പാടി നടന്നാൽ ഇങ്ങനെ നടക്കത്തുള്ളൂ. കൊട്ടിപ്പാടിയത് മിച്ചവാ. ചാർച്ചക്കാര് പിതൃഭവനം എല്ലാം വിട്ടിറങ്ങിയിട്ട്, സകലവും വിട്ടിറങ്ങിയിട്ട്, സമുദായത്തിന് അംഗീകാരം വിട്ടിറങ്ങിയിട്ട് നീ അനുഗ്രഹിക്കപ്പെടാതെ ഈ ഭൂമി തോറ്റുപോയെങ്കിൽ നീ തന്നെ കാരണക്കാരനാ.
ദൈവസന്നിധിയിലെ വിശ്വസ്തതയെ നീ വെളിപ്പെടുത്തിക്കൊണ്ടുവരണം. ദൈവസന്നിധി നിൽക്ക് കൃപയ്ക്കകത്ത് നിൽക്കണം. ഞാനിവിടെ പ്രസംഗിക്കുന്നതിൽ മാത്രമല്ല കാര്യം ഇരിക്കുന്നത്. എൻ്റെ ജീവിതം അങ്ങനെ ആക്കി മാറ്റണം. മറ്റുള്ളവരെ കരുതാതിരുന്നിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നിട്ട്, മറ്റുള്ളവർക്ക് ദൈവം പറഞ്ഞു നീ ഇടിവിൽ പ്രാർത്ഥിക്കാനിരിക്കണമെന്ന് പറഞ്ഞു. ഇടിവിൽ പ്രാർത്ഥിക്കാനിരുന്നിട്ട് ഇതൊരു വേഷത്തിൻ്റെ ഭാഗമല്ല, ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. കാൽവറി ക്രൂശിൽ ഒരു സ്നേഹത്തെ കണ്ടെങ്കിൽ ആ സ്നേഹം നമ്മുടെ അകത്ത് വരണം. ആരുടെയും ഇത് കാണരുത്. മറ്റുള്ളവർ നിന്നെ എന്തു പറയുമെന്നോ, മറ്റുള്ളവർ നിന്നെ നിന്ദിക്കുമെന്നോ, മറ്റുള്ളവർ നിന്നെക്കുറിച്ച് മോശം പറയും, ഇതൊന്നും നമ്മുടെ ഭാഗമല്ല. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, യേശു കർത്താവിനോട് തൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, നിത്യജീവന്റെ മൊഴി നിന്നിലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? വീണ്ടും പറയുക, നിന്റെ കൂടി മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരുത്തൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായ. പക്ഷെ യേശുവിൻ്റെ കൈകളിൽ പീലാത്തോസിൻ്റെ അരമനയിൽ നിൽക്കുമ്പോൾ ഇവരാരും തന്നെ ഇല്ലായിരുന്നു. കാൽവറി ക്രൂശിലേക്ക് ഭാരമേറിയ ക്രൂശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഇവരാരും കൂടെ ഇല്ലായിരുന്നു. കൈത്തണ്ട ബലമായിട്ട് പിടിച്ചു നിർത്തി ആണി അടിക്കുമ്പോൾ ആരുമില്ലായിരുന്നു. ഒരുവനുണ്ടായിരുന്നു, സ്വർഗത്തിലെ ദൈവം. ഇന്ന് പകലറിയണം, നിന്റെ കൂടെ മരിക്കാൻ തയ്യാറാന്ന് പറഞ്ഞവരും, നിന്നോടുകൂടെ നിത്യതയെ കണ്ടെന്ന് പറഞ്ഞവരും, നിങ്ങളുടെ കൂട്ടത്തിൽ വന്നത് അനുഗ്രഹം എന്ന് പറഞ്ഞവരും പലരും കാണും. ഇല്ലാത്തതിനെ കണ്ടും അത്ഭുതങ്ങൾ തലമുറ ഉണ്ടാകത്തില്ലാത്ത പറഞ്ഞ് തലമുറ ഉണ്ടായതും, ആമി മരണക്കിടക്കകത്തുനിന്ന് അത്ഭുതങ്ങൾ കണ്ടവരും, ആമി തലമുറകളെ കെട്ടഴിഞ്ഞു പോയപ്പോഴും നിങ്ങളെ വിട്ട് ഞാൻ ഒരിടത്തും ഇല്ലെന്ന് പറഞ്ഞവർ ഇന്ന് സഭയ്ക്കകത്തില്ലേ ഓർത്തോണം. ഇത് പ്രതീക്ഷിച്ചായിരിക്കരുത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട്. നിങ്ങൾ കണ്ട ഒരുവനുണ്ട്. ആരെ കണ്ടത്? ആലലിയ ഈ ജനത്തെ അല്ല നീ കാണേണ്ടത്. സ്വർഗത്തിൽ നിനക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ രക്തമൊഴുക്കി ഒരു വിലയ്ക്ക് വാങ്ങിച്ച ഒരു ദൈവമുണ്ട്. അവൻ എൻ്റെ കർത്താവ് എന്ന ധൈര്യത്തോടെ പറയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുക? അപ്പൊ കൃപയിലേക്ക് വരണമെങ്കിൽ, അധികമായി കൃപാവരങ്ങളിലേക്ക് വരണമെങ്കിൽ, ധാരാളം കൃപ ലഭിക്കണമെങ്കിൽ എങ്ങനെ വരണമെന്ന് പറഞ്ഞു. ഒന്നാമത്തെ വാക്യം പറഞ്ഞു 32 തുടക്കം എങ്ങനെ? ഏകഹൃദയം ഉണ്ടായിരിക്കണം, ഏക മനസ്സുണ്ടായിരിക്കണം. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് നമുക്കുള്ളതൊക്കെ ദൈവം ദാനം തന്ന അകത്തറിയണം. സകലവും അവർക്ക് പൊതുവായിരുന്നു. സകലവും അവർക്ക് പൊതുവായിരുന്നു. യേശു പറഞ്ഞു, ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ ഒരുത്തം വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, ആമീ കർത്താവേ, ഞാൻ എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നതാന്ന് പറഞ്ഞു. ആമീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ അനുഗമിക്കാൻ പറയുന്നെങ്കിൽ ഇന്ന് പകലിൽ അറിയണം, ഇതിനകത്തു നിന്നുകൊണ്ട് ഉണ്ടാക്കിയതേ ഉള്ളോ. ആമീ ഇന്ന് പകൽ തിരിച്ചറിഞ്ഞണം, ശോധന ചെയ്തണം. യേശു പറഞ്ഞു, നിനക്ക് രണ്ടുടുപ്പുണ്ടെങ്കിൽ ഒരെണ്ണം കൊടുക്കാൻ പറഞ്ഞു. ആമീ ഇന്ന് പകൽ എത്ര പേർ അങ്ങനെ വിശ്വാസത്തോടെ, ഞാൻ ദാഹിച്ചു, നിന്റെ അരികിൽ വന്നു, നീ എനിക്ക് കുടിക്കാൻ തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചില്ല എന്ന് കേൾക്കുന്നത്. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിക്കുന്നവനാ. എന്നിൽ ഒരു എളിയവന് വേണ്ടി ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്ന പോലെ അരുളി ചെയ്ത ഒരു കർത്താവിനെയാണ് ഇന്ന് ഫോളോ ചെയ്യുന്നെങ്കിൽ ധൈര്യത്തോടെ ഞാൻ പറയാം, നിന്റെ ശുശ്രൂഷ വലുതാകാൻ പോകുക, നിന്റെ ഭവനം വലുതാകാൻ പോകുക, നിന്റെ തലമുറ അനുഗ്രഹമാകാൻ പോകുക, കൃപയാൽ നീ പെരുകപ്പെടാൻ പോകുക, നീ ഒരു അത്ഭുതത്തെ കാണുക തന്നെ ചെയ്യുക. ഇന്ന് കേൾക്കാൻ പറയുക, ഒരു വേഷത്തിനകത്തല്ല കാര്യമിരിക്കുന്നത്. കൃപയ്ക്കകത്ത് നിൽക്കണമെങ്കിൽ, അത്ഭുതത്തിനകത്ത് നിൽക്കണമെങ്കിൽ, ആത്മാവിന്റെ നിയോഗത്തിനകത്ത് നിൽക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നിൽക്കണമെങ്കിൽ നിന്റെ പ്രവൃത്തി ഈ ഭൂമി വെളിപ്പെടുത്തേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ വിശ്വാസത്തിൽ വന്നു, പ്രാർത്ഥനയിൽ നിന്നു, ബെൻസ് കാർ കാട്ടിയെന്നോ എസ്റ്റേറ്റ് പണിതെന്നോ അല്ല കർത്താവ് ചോദിക്കുന്നത്. എൻ്റെ എളിയവന് വേണ്ടി നീ എന്ത് ചെയ്തെന്നാ കർത്താവ് ചോദിക്കുന്നത്. ഇന്ന് പകൽക്കാലം പറയണം, ആമി പൊതുവെന്ന് എണ്ണുവാൻ പഠിക്കണം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കണം? അപ്പം ആത്മാവ് നിന്റെ മേൽ പകരണം. ഇവിടെ നിങ്ങൾ കുറിച്ചു വെച്ചോണം, ആത്മാവ് നിന്റെ മേൽ പകരണമെന്ന് വരികിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകരണമെങ്കിൽ എന്ത് നിങ്ങളിലേക്കാണ്? യേശുവിൻ്റെ മേൽ ആത്മാവിനെ പകരുമ്പോൾ യേശു ചെയ്ത കാര്യം പറഞ്ഞു, അവൻ നന്മ ചെയ്തു നടന്ന കാര്യം നിങ്ങൾ അറിയാതെ പോകല്ല്. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഒത്തിരി വിശദീകരണങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ സമയത്തിന്റെ കുറവുണ്ട്. ആമീൻ. നിങ്ങളുടെ അകത്തറിയണം, ദൈവത്തിന്റെ വിളിക്കൊത്തവണ്ണമായിരിക്കണം. ദൈവം ആരാഗ്രഹിക്കുന്നു? ദൈവം വിളിച്ചപ്പോൾ നിങ്ങളെ ദൈവം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു?
ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. കൃപാവരത്തിൽ നിങ്ങളെ ഉപയോഗിക്കണമെന്ന് വരികിൽ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം നിങ്ങളെ നടത്തണമെങ്കിൽ നിങ്ങൾ ഈ മുന്നേ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങളുടെ അകത്ത് വരണം. ഇത് വരാതിരിക്കുന്നെങ്കിൽ ബാക്കിയെല്ലാം കാണിക്കുന്നത് മറ്റെന്തുവാ? ആമീൻ. അതിനായി സ്തോത്രം. എവിടുന്നാ ദൈവം വിളിച്ചെന്ന് ഞാൻ കൊണ്ടുവരാൻ പോവുക. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് എടുത്തേ. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം ഒന്ന് എടുത്തേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യവുമായിരുന്നു. അപ്പൊ എന്തായിരുന്നു തുടക്കം? അല്ലു പാഴും. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി, നമ്മളെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പാഴും, ആത്മാവില്ലാത്തവൻ പാഴും ശൂന്യവാ. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പില്ലാത്തവൻ പാഴും ശൂന്യവാ. വഴക്കും വക്കാണവും പിണക്കവും വിദ്വേഷവും ഉണ്ടെങ്കിൽ പാഴും ശൂന്യമാ. നിഗളമുണ്ടെങ്കിൽ നിഗളത്തോട് ദൈവം എതിർത്ത് വയ്ക്കുന്നു. അവൻ്റെ മേൽ എന്തില്ല? ആത്മാവില്ല. ഇവിടെ പറയുന്ന വാക്ക് ഭൂമി എന്തായിരുന്നു പറഞ്ഞു? ഭൂമിയെ കൊണ്ടുവരുക. ഭൂമി എന്തായിരുന്നു? പാഴായിരുന്നു, ശൂന്യമായിരുന്നു. ആഴത്തിന്റെ മേൽ എന്തുണ്ടായിരുന്നു? ഇരുളും ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ്, ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ എന്ത് ചെയ്തു? പരിവർത്തിക്കാൻ തുടങ്ങി. എന്നിട്ടോ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. നമ്മളിൽ ഉണ്ടായിരുന്ന ഇരുളിനെ ആര് മാറ്റി? ആര് വന്നപ്പോ? ആത്മാവ് വന്നപ്പോ. പിടികിട്ടുന്നു അകത്ത്? നമ്മളിലെ സ്വഭാവത്തെ മാറ്റിയത് ആത്മാവ് വന്നപ്പോഴാ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങള്? സ്വഭാവത്തിന് വ്യത്യാസം വന്ന ആര് വന്നപ്പോഴാ? ആത്മാവ് എന്നാ പറയുന്നു. സമ്മതിക്കുന്നോ? ആത്മാവ് വന്നപ്പോഴല്ലേ നമ്മുടെ പഴയ കുശുമ്പും പിണക്കവും ഒക്കെ നമ്മളെ ഒന്ന് മാറിയത്. ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് കൊണ്ടുവന്ന മറ്റൊരു അഭിഷേകത്തിലേക്ക് കടക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ അകത്തൊരു മാറ്റം ഇപ്പോൾ ഉണ്ടാകുമ്പം ആത്മാവിൻ്റെ പ്രവൃത്തിയും വരും. ഒരു പരിശുദ്ധാത്മ സ്നാനം ഈ ഹോളിനകത്ത് നടക്കും. ഇന്ന് ഒരു വലിയ ദൈവസാന്നിധ്യം ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ ആത്മാവ് അമ്മയും വന്നിട്ട് എന്ത് ചെയ്തു? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഇത്ര നേരം എന്നായിരുന്നു? ഇരുളായിരുന്നു. നമ്മളെ എന്തിനെ കൊള്ളുകൊള്ളായിരുന്നു? നമ്മൾ ആരായിരുന്നു? പാഴും ശൂന്യമായിരുന്നു. അവിടെ പരിശുദ്ധാത്മാവ് വന്നു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. എന്നിട്ട് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും നമ്മെ അങ്ങ് വേർപെടുത്തി. നമ്മളെ എങ്ങനെയൊക്കെ ആരിലേക്ക് മാറ്റി? വെളിച്ചത്തിലേക്ക് മാറി. ഇരുളെന്ത് ചെയ്തു? മാറിപ്പോയി. പല ശക്തികൾ, അന്ധകാരത്തിൻ്റെ ശക്തികൾ, ബന്ധനത്തിൻ്റെ ശക്തികൾ എല്ലാം ഉണ്ടായിരുന്നിടത്ത് ആര് മാറ്റി? വെളിച്ചത്തിലേക്ക് മാറ്റി. ഈ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ആരെങ്കിലും തല വെട്ടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ആരാണ്ട് ഏതാണ്ട് ചെയ്തു വച്ചിരിക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോരരുത്. നിങ്ങളിപ്പോൾ എവിടാ നിൽക്കുന്നേ? എൻ്റെ പൊന്നെ, ഞാൻ ഇന്നും നിങ്ങളോട് പറയാം, ആരെങ്കിലും മുട്ടയ്ക്കകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയെടുത്ത് പൊരിച്ച് കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. ഒരു നേരത്തെ ആഹാരം നടന്നു പോവും. നിങ്ങളിപ്പോൾ എവിടെ വന്ന് നിൽക്കുന്നേ? ആണോ? ആരുടെ ആത്മാവിനാലാ? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേലുള്ളത്. നിങ്ങൾ ആരായിരുന്നു? പാഴും ശൂന്യവും ഇരുളുമായിരുന്നു. ഇപ്പോഴോ വെളിച്ചത്തിലായിരിക്കുന്നത്. ഇനി ഇരുളിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് വരരുത്. ആരാണ്ട് ഏതാണ്ട് ചെയ്തു വിട്ടിരിക്കുക. പാസ്റ്റർമാരുൾപ്പെടെ വിളിക്കുക, ബ്രദറെ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ അകത്ത് നിങ്ങൾ അറിയാം നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നേ? വെളിച്ചത്തിലാണ് നിൽക്കുന്നത്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? വെളിച്ചം നിൽക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമേ. വെളിച്ചത്തിൽ നിൽക്കുന്ന ഒരുവനെ കുറിച്ച് പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം എന്നിടത്തെ 7-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. എന്റെ കീഴിൽ പടയാളികളുണ്ട്, ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു. 7-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യം അല്ലേ? 8-ാമത്തെ വാക്യം വായിച്ചു. ഞാനും മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരും. ഒരു ശതാധിപൻ യേശുവിന് അരികെ വന്നിട്ട് പറയുക, ഞാനും എന്തുള്ള അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ, എനിക്ക് എന്തുണ്ട്? എനിക്ക് എന്തുണ്ടെന്നാ പറഞ്ഞേ ശതാധിപൻ? അധികാരമുണ്ട്. ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു. മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു. ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശുവിനോട് പറയുക, ഞാനും ആരാണ്? നീയും ആരാണ്? യേശുവിനോട് പറയുന്ന വാക്ക് നിങ്ങളുടെ അകത്ത് കിടന്നോണേ.
ശതാധിപൻ വന്നിട്ട് പറയാ, ശ്രദ്ധിച്ചൊന്ന് കേട്ടോണേ. ശതാധിപൻ വന്നിട്ട് പറയാം, ഞാൻ ആരാന്ന് പറഞ്ഞു? എനിക്ക് അധികാരമുള്ളവനാ. നീയും ആരാ? യേശുവിനോട് പറയാം, നീയും അധികാരമുള്ളവനാ. ഞാൻ അധികാരമുള്ള. ഒരുത്തരോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, പോവുക എന്ന് പറഞ്ഞാൽ പോകുന്നു, എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു. യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ടു, തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട് ഇസ്രായേൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഇങ്ങനെയുള്ളൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യം കണ്ടു. ഇവിടെ നിങ്ങളുടെ അകത്തറിയണം, യേശു കർത്താവിന്റെ അധികാരത്തെ കാണിക്കുന്നു. ശതാധിപൻ പറഞ്ഞു, ഈ ഭൂമിയിൽ ഇരിക്കുന്ന ചില എൻ്റെ വീട്ടിലുള്ളവരോട് വരിക എന്ന് പറഞ്ഞാൽ വരും, പോകുക എന്ന് പറഞ്ഞാൽ പോകും, കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കൊണ്ടുവരും, ഒക്കെ ചെയ്യും. കാരണം ഞാൻ ആരാണ്? ഞാൻ അധികാരമുള്ളവനാണ്. എന്നിട്ട് യേശുവിനോട് പറയുക, നീയും അധികാരമുള്ളവനാണ്. എങ്ങനെ? മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ, നിനക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് ഒരു അധികാരമുള്ളവനാണ്. ഇന്ന് പകൽ നിങ്ങളുടെ അകത്ത് വ്യക്തതയോടെ അറിയണം, എൻ്റെ യേശു കർത്താവ് അധികാരമുള്ളവനാണ്. അവൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നവൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഭവനത്തിന്റെ അവസ്ഥകൾ മാറുവാൻ തുടങ്ങും. അവൻ ഇന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നോട് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് വാക്ക് മാറുന്ന കഥയല്ല, അത് നിന്റെ മേൽ ലഭിക്കപ്പെടുന്നത്. നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്നോ, രാജ്യങ്ങളുടെ വാതിൽ നിനക്കായി തുറക്കുമെന്നോ, അവൻ നീ സൗഖ്യമുള്ളവനായി മാറുമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ എഴുതി വെച്ചോ. നിന്റെ ഇന്ന് കൽപ്പിക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് പത്രോസിനോട് കൽപ്പിച്ചു, പത്രോസെ ആഴത്തിൽ വലയിറക്കുകയും, പത്രോസ് ആഴത്തിൽ വിറയിറക്കിയപ്പോ ഒരു പെരുത്ത മീൻകൂട്ടം കയറിയതിന്റെ കാരണം കൽപ്പിച്ചവന്റെ ശക്തിയെ ഇന്ന് പകൽ തിരിച്ചറിയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയോ. ഇന്ന് പകൽ തിരിച്ചറിയണം, അവൻ ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ, അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഇന്ന് പകൽ ചില അവസ്ഥകൾ മാറാൻ തുടങ്ങും യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ഏക മനസ്സോടെ, ഏക ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ഏത് സമയവും ഒരു ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെടാൻ തുടങ്ങും. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇന്ന് പകൽ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. ഇന്ന് പകൽക്കാലമാണ് അവന്റെ ഒരു വാക്കിനകത്ത് ഒരു അത്ഭുതമുണ്ട്. അത് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ ഇത് രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലായി നീ വിശ്വസിക്കുക. ഒന്ന്, ശതാധിപൻ പറയുന്നു, ഭൂമിയിൽ എനിക്ക് അധികാരമുള്ളതുപോലെ അങ്ങയ്ക്കും അധികാരമുണ്ട്. എന്താണ്? എൻ്റെ ബാല്യക്കാരൻ രോഗത്തിൽ കിടക്കുന്നുവെങ്കിൽ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ, ഇന്ന് പകൽ അറിയണം ദൈവത്തിന്റെ ശക്തി എന്നാണെന്ന്. ഹല്ലേലൂയ. യേശുവിൽ കൂടെ വെളിപ്പെടുത്തുമ്പോൾ ഒരുവൻ വന്നിട്ട് പറയാം, നിനക്ക് നിന്റെ ശക്തി ഉണ്ട്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാണ്. ഇന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. അപ്പൊ ദൈവം കൽപ്പിച്ചാൽ അവസ്ഥകൾ എന്ത് ചെയ്യും? ഉറപ്പുണ്ടോ? ദൈവം കൽപ്പിച്ചാൽ, ഇന്ന് കൽപ്പിക്കണമെന്ന് വരികിൽ ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരണം. ഏക മനസ്സുള്ളവരായിരിക്കണം, ഏക ഹൃദയമുള്ളവരാകണം. നിന്റെ ഭാവം ഒന്നും അവിടെ പറഞ്ഞുകൊണ്ട് എന്ന ചെലവാകത്തില്ല, ഒന്നും അവിടെ നടക്കത്തില്ല. നിന്റെ വേഷം ഒന്നും അവിടെ ചെലവാകത്തില്ല. അവിടെ ചെലവാകുന്ന യേശുവിൻ്റെ ഭാവം തന്നെ. ഈ സംഭവം ഉണ്ടായാലും ഇങ്ങോട്ട് കൃപാവരമൊക്കെ പോരത്തുള്ളന്നേ. അഹങ്കാരിയുടെ കൂടെയൊന്നും ഈ സാധനം വരത്തില്ല, പരിശുദ്ധാത്മാവ് വരത്തില്ല. താഴ്മയുള്ളവരെ ഉയർത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. താഴ്മയുള്ളവർക്ക് വേണ്ടി. നിന്റെ അമേരിക്കൻ ഡോളറോ ഇതൊന്നും അവിടെ നിന്ന് ചെലവാകത്തില്ല കേട്ടോ. അതെല്ലാം കർത്താവിന് വേറെ സിമ്പിളായി സംഭവം. അപ്പൊ നമ്മുടെ അകത്തറിയണം, താഴ്മയോടെ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ, മുഴങ്കാല ഇഴിക്കാൻ തയ്യാറാണ്, കൃപാവരത്ത തമ്പുരാൻ അങ്ങ് ഉയർത്തും. ഇന്ന് പകലെടുത്തു, നീ താഴ്മയോടെ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ തലമുറകൾ പട്ടണത്തെ അവകാശം പറയും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? നമുക്കൊരിക്കൽ കൂടെ കടന്നു വരാണ്ട്. അപ്പോൾ ആവർത്തന പുസ്തകത്തിലേക്ക് വന്നേ. ആവർത്തന പുസ്തകം 1-ാം അധ്യായം, അല്ല 28-ാം അധ്യായം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം. ആവർത്തന പുസ്തകത്തിന്റെ 28-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആവർത്തന നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ. ആരെ അനുസരിക്കാൻ പറഞ്ഞു? ദൈവമായ യഹോവയെ അനുസരിച്ച് നടന്നില്ലേലോ? രണ്ട് വശമുണ്ടേ.
അനുസരിച്ച് നടന്നില്ലെങ്കിൽ ഈ കൊട്ടിപ്പാട്ട് മാത്രമേ കാണത്തുള്ളൂ. ദൈവസന്നിധിയിൽ വരുന്നവൻ ഏത് ഭാവമുള്ളവനായിരിക്കണമെന്ന് പറഞ്ഞു? ഏക മനസ്സുള്ളവനായിരിക്കണം, ഏകാഗ്ര ഹൃദയമുള്ളവനായിരിക്കണം. ഇതൊക്കെ കിട്ടിയ സ്വർഗത്തിലെ കൃപയാണെന്നൊന്ന് വിശ്വസിക്കണം. കാരണം എവിടെ നിന്നാ ദൈവം വിളിച്ചേ? പാഴായിരുന്നു, ശൂന്യമായിരുന്നിടത്തും ദൈവം തമ്പുരാൻ വിളിച്ചേ. ദൈവമാണ് ഇതെനിക്ക് തന്നെന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്ത് വരണം. ഇതെൻ്റെ കൊച്ചിലെ മിടുക്കുകൊണ്ടാണ് എനിക്കിത് കിട്ടിയെന്ന് പറയല്ലേ, എൻ്റെ കുടുംബത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടാണ് ഞാൻ നിൽക്കുന്നു പറയല്ല. ആരുടെ കരുണ? തമ്പുരാന്റെ കരുണ. ഇവിടെ പറയുന്നു എങ്ങനെ നിൽക്കണ്ടയോ എന്ന് പറഞ്ഞു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് പ്രമാണിച്ച് അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. യേശു പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട്. ഒന്നാമത്തെ കൽപ്പന പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നു എന്നായിരുന്നു ഒന്നാമത്തെ കൽപ്പന. യേശു പറഞ്ഞു ബാക്കിയെല്ലാം അതിനോട് കൂടെയുള്ളതാണെന്നാ പറഞ്ഞത്. അപ്പൊ ദൈവത്തിന്റെ കൽപ്പന, ദൈവം പറയുന്നതിനെ അനുസരിച്ചാൽ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും ദൈവം തമ്പുരാൻ ഉയർത്തും. ആര് സഹായിക്കേണ്ട? തമ്പുരാൻ വഴി തുറന്നു വരും. രണ്ടാമത്തെ വാക്യം, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ച്, യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, ആയിരിക്കുന്ന ദേശത്ത് നീ ഒരു അനുഗ്രഹമാവും. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാണ്? ഇന്ന് കാണുന്ന കഷ്ടതയും ഇന്ന് കാണുന്ന പ്രതികൂലവും ഇന്ന് കാണുന്ന സകലവും ദൈവം തമ്പുരാൻ മാറ്റി എഴുതും. ആമേ, നിന്റെ ഭാവം ഇന്ന് പകലിൽ മാറണം. ആമേ, നിന്റെ ചിന്ത ഇന്ന് ഈ പകലിൽ മാറണം. ആമേ, നീ കരുണയുള്ളവനായി മാറണമെങ്കിൽ മാത്രമേ കൃപയെ ദൈവം തമ്പുരാൻ തരുള്ളൂ. ആമേ, ദൈവത്തിന്റെ യേശു കർത്താവ് പറഞ്ഞ പോലെ ആമേ കരുണയിലേക്ക് നമ്മൾ എന്തി വരണം? ദൈവത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ ആമേ നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കുള്ളൂ. പലരും ചോദിക്കും, ബ്രദറെ എന്താ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല? എന്തുകൊണ്ടാണ് അനുഗ്രഹത്തിലേക്ക് വരാതെ? നിനക്ക് ചില മാറ്റങ്ങളെ വരുത്തുവാനുണ്ട്. ഹല്ലേലൂയ. ഇപ്പൊ അങ്ങോട്ട് കയറി പറഞ്ഞ ഒരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. സ്വർഗം മനസ്സലിച്ചാലേ അത്ഭുതങ്ങൾ നടക്കത്തുള്ളൂ. അത്ഭുതങ്ങൾ നടക്കണമെന്ന് വഴിയിൽ അവന്റെ വഴിയിൽ നടന്നെങ്കിലേ വെളിച്ചം വെളിപ്പെടത്തുള്ളൂ. ആമേ, ഇരുളിൽ നടക്കുന്നവന്റെ കൂടെ അല്ല, വെളിച്ചത്തിൽ വസിക്കുന്നവന്റെ കൂടെ നടക്കുന്നവർക്കായി ദൈവം വഴികളെ ഒരുക്കും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. സങ്കീർത്തനം 23-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം എടുത്ത്, 23-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. ആമേ, ഇന്ന് പകൽ വിശ്വാസത്തോടെ ഏറ്റെടുത്തോടെ. 23-ാം അധ്യായം 5-ാമത്തെ വാക്യം. എന്റെ ശത്രുക്കൾ കാണുകേ നീ എനിക്ക് വിരുന്ന്. ഇന്ന് പകലിൽ അറിഞ്ഞോണം, നിന്നെ നിന്ദിച്ചവരും നിന്നെ പരിഹസിച്ചവരും അവരുടെ മുൻപിൽ തമ്പുരാൻ നിനക്ക് വേണ്ടി വിരുന്നൊരുക്കും. എത്ര പേര് ആമീൻ പറയാൻ റെഡിയാകുന്നുണ്ട്? നിന്നെ കൊള്ളത്തില്ലെന്നും നീ കൊള്ളത്തില്ലവനാണെന്നും ആമീൻ നിന്നെ മാറ്റി നിർത്തിയ സഹോദരന്മാരുടെ മധ്യത്തിൽ യോസേപ്പിനെ ആദരിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് വിളിച്ചു പറയാം, അത് ദൈവത്തിൽ നിനക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. നിന്നെ മാറ്റി നിർത്തിയവരും നിന്നെ കൊള്ളത്തില്ലെന്നും നിന്നെ പരിഹസിച്ചവരും ആമീൻ നാളുകൾ നോക്കി നിൽക്കെ തലമുറയെ നിന്നെയും ദൈവം അനുഗ്രഹിക്കുന്ന കാലം വിദൂരമല്ല, അത് സംഭവിക്കാൻ പോവുക. അതുകൊണ്ട് ബൈബിൾ പറയുന്നത്, ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കും. ആമീൻ. എന്നിട്ട് പറയുക, എന്നിട്ട് ഒരു വാക്കൂടെ പറയും, എന്റെ തലയെ ദൈവം നിന്നെ അഭിഷേകത്തിന്റെ കൃപാവരത്തെ ജ്വലിപ്പിക്കും. ആമീൻ. മനുഷ്യൻ നോക്കി നിൽക്കെ തമ്പുരാൻ നിന്നെ ഉയർത്തും. എത്ര പേര് ആമീൻ പറയുന്നത്? ആ മനുഷ്യൻ നിന്നെ ഇന്നലെ പരിഹസിച്ചവനോ, ഇന്നലെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞവനോ, ഇന്നലെ നീ തലമുറ അനുഗ്രഹമല്ലെന്ന് പറഞ്ഞോ, ഈ സഭ അധികം കാലം പോകത്തില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഉയർത്തിക്കൊണ്ടുവരും. ആമീൻ. ഞങ്ങൾ അങ്ങ് മാറാൻ പോകുക, ഞങ്ങൾ ഇതിനകത്ത് ഇരിക്കുന്ന പല്ലിനെ ഇളക്കിക്കൊണ്ടു പോകാം എന്നൊക്കെ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗം പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടതിനെ ഞാൻ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുക തന്നെ. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇരട്ടി പങ്കിന്റെ അഭിഷേകം ദൈവം നിന്റെ മേൽ പകരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പറയുന്നു, നിന്റെ ശത്രുക്കൾ കാണുക അവൻ നിന്നെ എന്തുകൊണ്ട് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നവനാണ്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ആമീൻ. ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിയണം, യേശു കർത്താവിനെ ദൈവം തമ്പുരാൻ വിളിക്കുമ്പോ, അല്ലെങ്കിൽ യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെടുമ്പോ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ പ്രവർത്തിച്ചെങ്കിൽ, ഇന്ന് പകൽ ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചെങ്കിൽ, ഇന്ന് പകൽക്കാലം അറിയണം, യേശുവിനോട് സമനാകുവാൻ, യേശുവിന്റെ സ്വഭാവത്തിലേക്ക് വരുവാൻ. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, നസ്രനാം യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു.
ഹല്ലേലൂയ. ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്ത എന്തിനു വേണ്ടിയാ? ദൈവം അവനോട് കൂടെ ഇരുന്നു കൊണ്ട് അവൻ നന്മ ചെയ്തതോ പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ കാര്യം നിങ്ങൾ അറിയാതെ പോകരുത്. യേശു ചെയ്ത നന്മ കൊണ്ട് ചെയ്തുവെങ്കിൽ ഇന്ന് പകൽ യേശുവിനെ പിന്തുടരുന്നുണ്ടോ? യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ടോ? അവന്റെ ആത്മാവി നടക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം മരണം നിന്റെ കരങ്ങൾ കൊണ്ട് നീ നന്മ ചെയ്യുന്നവനായി മാറുന്നുണ്ടോ? ദൈവശബ്ദം നീ കേൾക്കുന്നുണ്ടോ? നീ കൃപാവരത്ത ജ്വലിക്കണമോ? നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമോ? നീ ഒരു അനുഗ്രഹമായി മാറണമോ? ദേശത്തിന് നീ ഒരു അടയാളമായി മാറണമോ? ദൈവത്തിന്റെ കൽപ്പനയ്ക്കകത്ത് നിലനിൽക്കുന്നവര് നസ്രണം യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തെങ്കിൽ ഇന്ന് പകൽക്കാലം മരണം നിന്നെ അഭിഷേകം ചെയ്യണമെങ്കിൽ ഒന്ന് നിന്റെ വിശ്വാസത്തിൽ ഇരിക്കണം, ഒന്ന് ദൈവത്തോടു കൂടി ചേർന്ന് നടക്കുന്നവരായി മാറണം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇന്ന് പകൽ വിശ്വാസത്തിനകത്ത് വിളിച്ചു വരണം. ആമേൻ. ദൈവത്തിന്റെ കരുണ എന്റെ മേൽ വ്യാപരിക്കണമെങ്കിൽ, ദൈവത്തിന്റെ കൃപ എന്റെ മേൽ വ്യാപരിക്കണമെങ്കിൽ, എന്റെ അവസ്ഥകൾ മാറണമെങ്കിൽ എനിക്ക് ചില അവസ്ഥകൾ മാറിയേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഈ അവസ്ഥകളല്ലാതെ വേറൊരു അവസ്ഥയ്ക്കകത്താ ജനം പഠിപ്പിച്ചുകൊണ്ട് വരുന്നേ. നിന്റെ വസ്ത്രധാരണം ഇത് വരും. ഇതൊന്നും തമ്പുരാൻ ചോദിച്ച കാര്യമല്ല കേട്ടോ, ഇത് മനുഷ്യൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന കാര്യമാണ്. അവിടെയല്ല ദൈവം പ്രസാദിക്കുന്നത്. വസ്ത്രധാരണം എല്ലാം മാറ്റിവെച്ചിട്ട് ഞാനൊരു നന്മയും ചെയ്യാതിരുന്നിട്ട് എന്നാ പ്രയോജനം? ആമേ. എനിക്ക് രൂപാന്തരമില്ലാതെ പുറമേ കാണിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. പുറമേ കാണിക്കുന്നത് നോക്കുന്ന ഒരു ദൈവമല്ല, അകമേ ഉള്ളതിനെ നോക്കുന്ന ഒരു ദൈവത്തെ ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. പുറമേ ഉള്ളതിനെ അല്ല ദൈവം നോക്കുന്നത്, നിന്റെ അകമേ എന്നുള്ള അകത്തെ നോക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേ. വേഷത്തിൽ വിശുദ്ധം കളിച്ചിട്ട് കാര്യമില്ല, വേഷത്തിൽ വേർപാട് കാണിച്ചിട്ട് കാര്യമില്ല, വേഷത്തിൽ നന്മ കാണിച്ചിട്ട് കാര്യമില്ല, എന്തെങ്കിലും കൊടുത്തിട്ട് പത്രത്തിൽ പരസ്യം ചെയ്തിട്ട് കാര്യമില്ല. ഇടം കൈ ചെയ്യുന്ന വലം കൈ അറിയാൻ പാടില്ലെന്ന് ദൈവവചനം പറയുന്നു. നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആമേ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി അല്ല നീ ചെയ്യേണ്ടത്. യേശു ചെയ്തതുപോലെ യേശു പറഞ്ഞു, ആമീ സൗഖ്യമാക്കിയവനോട് പറഞ്ഞു, ഇതാരോട് നീ പറയല്ല. ഇന്ന് എത്ര പേര് പറയുന്നുണ്ട്? ടി വി ചാനലിനകത്ത് വിളിച്ചു പറയാൻ നിൽക്കുമല്ലേ? ആമ ഇന്ന് പകൽക്കാലം നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവാത്മാവാണെങ്കിൽ യേശുവിന്റെ അതേ ആത്മാവ് നീ നടത്തപ്പെടണം. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. വിശ്വാസത്തോടെ വിളിച്ചു പറയണം. ഹല്ലേലൂയ. ദൈവം എന്റെ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ഫിലിപ്പിയ ലേഖനം 1:7. കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും. ആമീൻ. പൗലോസ് പറയാ, നിങ്ങളിപ്പോ ആരുടെ ആമീൻ എങ്ങനെ കൃപയിൽ വന്നേ? ഏക മനസ്സുള്ളവരായിരുന്നു, ഏകാഗ്ര ഹൃദയമുള്ളവരായിരുന്നു. ആമേ. ഇതൊക്കെ ദൈവം തന്ന ദാനമാണെന്ന് അകത്ത് വെളിപ്പെട്ടപ്പോൾ ഇവിടെ പൗലോസ് പറയും, കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എന്റെ ബന്ധനങ്ങളിൽ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എന്റെ ഹൃദയത്തിൽ എന്തിരിക്കുക വഹിച്ചിരിക്കൊണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ല. പൗലോസ് പറയും, എനിക്ക് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇന്നലെ കത്തിയതിനേക്കാൾ ഇന്ന് കത്തുന്നവൻ സഭയ്ക്കകത്ത് നിൽക്കുവാന്ന്. ഇന്നലെ പറഞ്ഞ അഭിഷേകത്തിനേക്കാൾ ഇരട്ടി ചെയ്യുകയാണെന്ന്, സഭയ്ക്കകത്ത് നന്മ നിൽക്കുവാന്ന്, ഏക ഹൃദയത്തോടെ നിൽക്കുകയാണെന്ന്, നല്ല യൂണിറ്റിയാണെന്ന്, അവർ ഐക്യതയോടെ മുപ്പിടിച്ചവരുടെ അറ്റുപോകാത്ത പോലെ ഒരു ഐക്യത നിൽക്കുന്നവരാണെന്ന്, അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. അവൻ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിന് പുറത്തു വരുവാൻ കാരണമായി തീർന്നത് ഒരു ഐക്യതയുള്ള സഭയാണെന്ന്, അവർ ഐക്യതയുള്ള കൂട്ടായ്മയാണെന്ന് ഇവിടെ പറയുന്നു. അതുകൊണ്ട് അവിടെ പൗലോസ് പറയുക, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞു? നിങ്ങളെയൊക്കെയും എന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തിരിക്കുക? നിങ്ങളെ കുറിച്ച് എനിക്ക് കൈപ്പോ വിദ്വേഷമില്ല. കാരണം നിങ്ങൾ എന്താണ്? കൃപയിൽ, ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്നവരായതുകൊണ്ട്. ആമേൻ. പൗലോസ് പറയുക, നിങ്ങൾ ആരല്ല നിൽക്കുന്നേ? ക്രിസ്തുവിന്റെ ആത്മാവിലും ഉപദേശത്തിന്റെ കീഴിലും വിശ്വസ്തതയിലും നിൽക്കുന്നവരാകിയോണ്ട് എൻ്റെ ഹൃദയത്തിൽ നിങ്ങളെ വഹിച്ചിരിക്കുക. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഏകാഗ്രഹൃദയത്തോടെയും ഏക മനസ്സോടും കൂടി ദൈവസന്നിധി നിൽക്കുന്നുണ്ടെങ്കിൽ ആരും നിന്റെ കൈ പിടിച്ച് ഉയർത്തേണ്ട കേട്ടോ കുഞ്ഞെ. നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേ. നിന്റെ നടപ്പ് കറക്റ്റായിട്ട് ദൈവസന്നിധി നിൽക്കുന്നുവരികിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞു, ഒരുത്തരും നിന്റെ കൈ പിടിച്ചില്ലേലും കൈ പിടിക്കാൻ അറിയുന്നൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. അവൻ നിന്നെ ഉയർത്തുക തന്നെ ചെയ്യുക. നിന്നെ തള്ളിയിട്ടാലും പൊട്ടക്കണറ്റിയിട്ടാലും നിന്നൊക്കെ വേണ്ടി കടിമപ്പാളയത്തിൽ ഇട്ടാലും സ്വർഗം നിന്നെ കണ്ടതാണെങ്കിൽ നിന്നിച്ചവരുടെ മധ്യത്തിൽ മാനിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവ്
കർത്താവിനെ സ്തോത്രം ചെയ്യുക. റോമാലേഖനം 1-11 വാക്യം. റോമാലേഖനം 1 അതിന്റെ 11 വാക്യം. റോമാലേഖനം 1 അതിന്റെ 11 വാക്യം. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീകവരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടത്. ഇവിടെ പൗലോസ് പറയുക, നിങ്ങളെ എന്നാ സ്ഥിരീകരണത്തിനായി ആത്മീയവരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. ഇവിടെ ദൈവസഭയ്ക്കകത്ത് വരും പൗലോസ് പറയുക, ഇവിടെ ആത്മാവിന്റെ നിറവിനകത്ത് നിൽക്കുന്നവൻ സഭയ്ക്കകത്ത് എഴുന്നേറ്റ് കഴിഞ്ഞു. ആത്മീയ കൃപാവരത്ത് ജ്വലിക്കുന്നവൻ വന്നു കഴിഞ്ഞു. ഇവിടെ പൗലോസ് പറയുന്ന വാക്കുകൾ, നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീകവരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിനും. ഇവിടെ പറയും പൗലോസ് പറയും, നിങ്ങൾക്ക് ആത്മാവിന്റെ വരങ്ങൾ വല്ലതും നൽകേണ്ടതിനും, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കുന്നു. അപ്പൊ ഓർത്ത് നോക്കിയേ, ഇവരെ എങ്ങനെയുള്ളവരായിരുന്നു? ഏക മനസ്സുള്ളവരും ഏകാഗ്ര ഹൃദയമുള്ളവരും. ഇവർ ദൈവം തന്നതെല്ലാം ദാനമെന്നും ഇവർ വിശ്വസിച്ചിരുന്നു. ഇവർക്കാണ് കൃപാവരത്തിലേക്ക് വരുന്നത്. ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിഞ്ഞു. ഒന്നാമത് ഞാൻ മണ്ഡലത്തിൽ പറഞ്ഞു, ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ ദൈവം നിങ്ങളെ ആക്കുവാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യത്തിലേക്ക് പറഞ്ഞു, നിങ്ങളായിരിക്കുന്നത് ദൈവത്തിന്റെ മനസ്സുള്ളവരായി മാറാം. മൂന്നാമത്തെ മണ്ഡലം ഞാൻ പറഞ്ഞു, നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ പാഴും ശൂന്യമായിരുന്നു, എന്നാൽ അതിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ നിങ്ങളെ വിളിച്ചിറക്കി. ഇന്ന് പകൽ കൃപാവരത്തിലേക്ക് ദൈവം കൊണ്ടിരുന്നു. കൃപാവരത്തിലേക്ക് ദൈവം തമ്പുരാൻ കൊണ്ടുവരുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി ആരിൽ വെളിപ്പെടണം? ഇപ്പം ഞാൻ നിങ്ങളോട് ഇനി പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തിലേക്ക് ഞാൻ കിടക്കാൻ പോകുന്നേ. നിങ്ങൾ അനുഗ്രഹത്തിലേക്ക് വരണമെങ്കിൽ, കൃപാവരത്തിലേക്ക് വരണമെങ്കിൽ, പുതുവഴികൾ തുറക്കപ്പെടണമെങ്കിൽ, അത്ഭുതങ്ങൾ നടക്കണമെന്ന് വരിൽ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിന്റെ ഹൃദയം ഒന്നായി മാറണം. കഠിന ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നിങ്ങൾ പുരോഹിതന്മാരായിരിക്കേണ്ട നിങ്ങൾ ഇന്ന് ദൈവത്താൽ തള്ളപ്പെട്ടു പോകല്ലേ. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരായി ഇന്ന് നിങ്ങളുടെ അകത്ത് കണ്ടിട്ടില്ലേ, ഭയങ്കര ശുശ്രൂഷ എന്ന പലതും വീണുപോയതിൻ്റെ കാരണം എന്നാ? ഇവരുടെ ഹൃദയം എന്ത് ചെയ്തു? മാറ്റപ്പെട്ടു പോയി. എന്നാൽ ക്രിസ്തുവിൻ്റെ ഭാവത്തിലേക്ക് നിങ്ങൾ വരണം. ആ ഭാവത്തിലേക്ക് വന്നാൽ നിങ്ങളൊരു അനുഗ്രഹത്തിലേക്ക് ദൈവം പോവും. ഇവിടെ പൗലോസ് പറയാ, ഞാൻ നിങ്ങൾക്ക് എന്ത് തരാൻ ആഗ്രഹിക്കുന്നു? കൃപാവരങ്ങളെ തരുവാൻ വേണ്ടി അത്രേ ഞാൻ നിങ്ങളെ വന്നിരിക്കുന്നത്. എങ്ങനെ നിൽക്കുന്നത്? ഏക മനസ്സോടെയും ഏകാഹൃദയത്തോടെ നിൽക്കുന്നവരോട് നിങ്ങൾക്ക് കൃപാവരത്തെ തരുവാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. കൃപാവരത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അകത്തറിയണം. സംഖ്യാപുസ്തകം 27 അതിന്റെ 18 വാക്യം. സംഖ്യാപുസ്തകം. യഹോവ മോശയോട് കൽപ്പിച്ചത്, എന്റെ ആത്മാവുള്ള പുരുഷനായി നൂന്റെ മകനായ യോശുവയെ വിളിച്ച് അവന്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ എലയാസറിന്റെയും സർവ്വസഭയുടെ മുമ്പാകെ നിർത്തി അവർ കാണുകെ അവന് ആജ്ഞ കൊടുക്കുക. ഇവിടെ പറയുന്നു, യഹോവ മോശയോട് കൽപ്പിച്ചത് എന്റെ ആത്മാവുള്ളവൻ. യേശു കർത്താവ് ആരുടെ ആത്മാവുള്ളവനായിരുന്നു? ദൈവത്തിന്റെ ആത്മാവുള്ളവനായി പുരുഷനായി നൂതന്റെ മകനായ യോശുവയെ വിളിച്ച് അവന്റെ മേൽ കൈവച്ച് അവന്റെ മേൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? കൈവച്ച് അവനെ പുരോഹിതനായ എലയാസറിന്റെയും സർവ്വസഭയുടെ മുമ്പാകെ നിർത്തി അവർ കാണുകെ അവന് ആജ്ഞ കൊടുക്കുക. 20 വാക്യം. ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം അനുസരിക്കേണ്ടതിന് നിന്റെ മഹിമയിൽ ഒരംശം അവന്റെ മേൽ വെച്ചു കൊടുക്കുക. പൗലോസ് ഇവിടെ ഇത് തന്നെ പറയുന്നു. നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് എന്തിനു വേണ്ടിയാ? നിങ്ങൾക്ക് കൃപാവരത്തെ തരുവാനാ. എവിടുന്ന്? ഇവിടെ നോക്കിയേ, ഇവിടെ അത് തന്നെ സംഭവിക്കുന്നു. ആവർത്തന പുസ്തകം എടുത്ത് 34:9 വന്നേ. 34:9 ആവർത്തന പുസ്തകം 34:9. നൂതന്റെ മകനായ, കണ്ടോ, 34:9, നൂതന്റെ മകനായ യോശുവയെ
നൂന്റെ മകനായ യോശുവയെ ആ. മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് മോശ കൈവച്ച് അനുഗ്രഹിച്ചത് കൊണ്ട് അവൻ ജ്ഞാനപൂർണനായി തീർന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ അവനെ അനുസരിച്ചു. അപ്പൊ പൗലോസ് ഇവിടെ വന്നിട്ട് പറയാ, ഞാൻ നിങ്ങൾക്ക് കൃപാവരം തരുവാൻ വേണ്ടി എന്തിരിക്കുന്നു? ഞാൻ വന്നിരിക്കുന്നു. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ ദൈവം വിളിച്ചിട്ട് പറയാ, മോശയോട് പറയാ, നിന്റെ മേൽ പകരപ്പെട്ട കൃപാവരത്തിന്റെ ഒരു അംശം ആർക്ക് കൊടുക്കാൻ പറഞ്ഞു? യോശുവായ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. ആ ദൈവം പറഞ്ഞതിനെ അനുസരിച്ചിട്ട് നൂതനമായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിക്കുന്നത് കൊണ്ട് അവൻ എന്തായി തീർന്നു? ജ്ഞാനപൂർണനായി തീർന്നു. യഹോവ മോശയോട് കൽപ്പിച്ചത് ഇസ്രായേൽ മക്കൾ അവനെ അനുസരിച്ചു. അപ്പൊ കൃപാവരം വരുന്നുണ്ടോ? ആര് യോഗ്യനെന്ന് ദൈവം തെരഞ്ഞു? എൻ്റെ കൂടെ ഉണ്ടോ? യോശുവയെ തിരഞ്ഞെടുത്തത് ആരാ? ദൈവമാ. എന്തുകൊണ്ട്? എൻ്റെ ആത്മാവ് അവൻ്റെ മേൽ പരിവർത്തിക്കാൻ യോഗ്യനാണെന്ന് കണ്ടതുകൊണ്ട്. എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? അപ്പൊ നിങ്ങളുടെ അകത്ത കൃപാവരത്തെ നിങ്ങൾക്ക് ലഭിക്കപ്പെടണമെന്ന് വരികിൽ, അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ വരണമെന്ന് വരികിൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ എങ്ങനെ കടന്നു വരണം? വിശ്വസ്തയോടെ കടന്നു വരണം. ഞാൻ ഇത്രയും ഭാഗങ്ങൾ കൊണ്ടുവന്നതിൻ്റെ കാരണം അടുത്തൊരു മെയിൻ ആയൊരു സ്ഥലത്തേക്ക് കടന്നു വരുവാനാണ്. ദൈവസന്നിധി, ദൈവത്തിന് താല്പര്യമുള്ള, അല്ല ദൈവത്തിന് പ്രസാദമുണ്ടായിരുന്ന യോശുവയെ കുറിച്ച് പറഞ്ഞു, എൻ്റെ ആത്മാവുള്ളവൻ. കണ്ടോ? ദൈവം പറയും, ദൈവാത്മാവുള്ളവരെ ദൈവം വിളിച്ചിട്ട് മോശയോട് പറയാം, നിന്റെ ഇരിക്കുന്ന കൃപാവരത്തിൻ്റെ ഒരു അംശം ആർക്ക് കൊടുക്കണം? യോശുവായ്ക്ക് കൊടുക്കണം. എന്തിനാ? ഇസ്രായേൽ മക്കളെ നടത്തുവാൻ. അപ്പൊ യോശുവ യോഗ്യനെന്ന് ആര് തിരഞ്ഞെടുക്കുന്നു? ദൈവം തിരഞ്ഞെടുക്കുന്നു. ഏലിയാവിനോട് ദൈവം പറയുന്നു, നീ പോയി ഏലീശായെ വിളിച്ചുകൊണ്ട് വരുക. എന്തിനു വേണ്ടി? ആമി ഇരട്ടിപ്പങ്കിന്റെ ദാനം കൊടുക്കാൻ ദൈവം അവനെ വിളിച്ചുകൊണ്ട് വരുക. ആമി 2 രാജാക്കന്മാരുടെ പുസ്തകം എടുത്തി, 2-ാം അധ്യായം. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഏലിയാവ് ഏലീശായോട്, നീ ഇവിടെ അപ്പൊ ഏലിയാവിന്റെ കൂടെ ആര് നടക്കാൻ തുടങ്ങി? ഏലീശ നടക്കാൻ തുടങ്ങി. എത്ര നാള്? അനേക നാള്. ഒരാൾ മാത്രമാണോ ഏലിയാവിന്റെ കൂടെ നടക്കുന്നത്? ശിഷ്യഗണങ്ങൾ ധാരാളമുണ്ട്. ഇവരെല്ലാം ആരുടെ കൂടെ നടക്കുക? ഏലിയാവിന്റെ കൂടെ നടക്കുക. ഇവിടെ പറയുന്നു, ഏലിയാവ് എലീശായോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവനോട്, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. ഇവിടെ നോക്കണം, കൃപാവരത്തെ തിരിച്ചറിഞ്ഞവനും ദൈവാത്മാവിന്റെ നിയോഗമുള്ളവനും തിരിച്ചറിയുന്ന കാര്യം, ഇവൻ ഗ്രഹിച്ചു വച്ചിരിക്കുന്നത്, ഇവൻ അകത്തൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഇരട്ടിപ്പങ്കിന്റെ ശുശ്രൂഷയിലേക്ക് വരാൻ പോവാ. ഇന്ന് പകലി ആത്മാവിനകത്തുള്ള ദൈവ പദ്ധതിയിലേക്ക് ഞാൻ വരാൻ പോകുകയാണ്. നിന്റെ അകത്തൊരു ഉറപ്പ് വേണം. ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ നീ നടക്കാൻ റെഡിയാണെങ്കിൽ നിന്റെ മേൽ ദൈവം ഒരു അഭിഷേകത്തെ ദൈവം തമ്പുരാൻ ഇടും. ദൈവം ഇവിടെ പറയുന്ന വാക്കിനകത്ത് നോക്കി, എലീശ അവനോട്, യഹോവയാണ്, അല്ല ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക. നീ എലിയാവ് പറയും, എലീശയോട് പറയും, നീ എന്ത് ചെയ്യണം? ഇവിടെ താമസിച്ചു കൊള്ളുക. യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു. യഹോവ എങ്ങോട്ട് അയക്കുന്നു? ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവനോട്, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബേഥേലിലേക്ക്. ഇത്രയും പറഞ്ഞിട്ട് ആര് കൂട്ടത്തിൽ കയറി നിന്നു? ഹലോ, പിടികിട്ടുന്നോ? ചേർന്ന് നടക്കുന്നവർക്ക് ആ കൃപ ലഭിക്കപ്പെടുന്നത്. ഏലിയാവ് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കും, ഞാൻ ബേഥേലിൽ പോകാൻ യഹോവയുടെ ഒരു കൽപ്പനയുണ്ട്. എലീശ പറഞ്ഞു, നീ എന്നാ പറഞ്ഞാലും ഞാൻ നിന്നെ വിടത്തില്ല, ഞാൻ നിന്റെ കൂടെ വരാൻ പോവാ. ഇവിടെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു? പോയി. എലീശ ഏലിയാവിന്റെ കൂടെ ബേഥേലിലേക്ക് പോയി. ബേഥേലിലെ അവിടെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വന്നു. അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, അതെ ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ ചോദിക്കുക, ഏലിയാവിനെ നിന്റെ തലയുടെ മുകളിൽ നിന്ന് എടുക്കാൻ പോവുക യഹോവയായ ദൈവം, നീ ഇത് വല്ലതും അറിഞ്ഞിട്ടുണ്ടോ?
ഇവൻ പറഞ്ഞു ഞാൻ അറിയുന്നു, പക്ഷെ നിങ്ങൾ മിണ്ടരുത്. നിങ്ങളുടെ അകത്തൊരു പദ്ധതി വേണം. ഇന്ന് പകലിൽ ദൈവം ചിലത് ചെയ്യാനായിട്ട്, ദൈവം ചില പദ്ധതികൾ നിങ്ങളുടെ മേൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത് പ്രാപിക്കുന്നവരായി മാറണം. യേശു പറഞ്ഞു ഞാൻ ചെയ്യുന്നതിൽ ഇരട്ടി നിങ്ങളുടെ മേൽ ഞാൻ പകരും. ആമേൻ. പരിശുദ്ധാത്മാവിലൊരു സ്നാനമുണ്ടെന്ന് യേശു പറഞ്ഞെങ്കിൽ ഇന്ന് പകലിൽ ഇവിടെ ഏലിയാവിൻ്റെ കൂടെ നടക്കുന്ന എലീശ പറയുന്നു, ആമേൻ. അവിടെ ശിഷ്യന്മാർ ചോദിക്കുക, നീ ഇത് അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിനവൻ അതേ ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട് വീണ്ടും ഏലിയാവ് പറയുക, ഏലിയാവ് അവനോട് എലീശയെ നീ ഇവിടെ താമസിച്ചുകൊള്ളുക, ഈ ശിഷ്യന്മാർ കൂടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. ഇന്ന് പകല് നിങ്ങൾ പ്രാപിക്കാൻ ഇറങ്ങി തിരിച്ചവൻ പ്രാപിച്ച് മടങ്ങി തിരിക്കാവുള്ളൂ. ഒരു അത്ഭുതത്തെ കാണാൻ ഇറങ്ങിയവൻ അത്ഭുതം കണ്ടേ മടങ്ങി പോകാവുള്ളൂ. ഒരു വിടുതലിനെ കണ്ടവൻ വിടുതൽ കണ്ടേ മടങ്ങി പോകാവുള്ളൂ. ഒരു പ്രവൃത്തി കാണാൻ ഇറങ്ങിയ പ്രവൃത്തി കണ്ടേ മടങ്ങി പോകാവുള്ളൂ. കാരണം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തിന്റെ ചലിക്കപ്പെടുവാൻ ഇവിടെ നോക്കിക്കേ, ഈ ബഥേലിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അവിടെ വെച്ച് എലിയാ പറയുന്നു, എലീശ നീ ഇവിടെ ഇരിക്കെ, ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരട്ടെ. ഞാനും നിന്റെ കൂടെ വരിക. ഇവിടെ പറയുന്ന യെരിഹോവിലേക്ക് ഞാനൊന്ന് പോകട്ടെ എന്ന് പറയുമ്പോഴും ഇവിടെ എലീശ പറയുന്ന വാക്കുകൾ, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യെരിഹോവിലേക്ക് പോയി. അങ്ങനെ ആരുടെ കൂടെ? ഏലിയാവിന്റെ കൂടെ. ആര് ചെന്നു? ഏലീശ യെരിഹോവിലെത്തി. യെരിഹോ പോയി. ലക്ഷ്യം നോക്കണം. ഏലീശയ്ക്ക് അകത്തൊരു ലക്ഷ്യമുണ്ട്. 5-ാമത്തെ വാക്യം, യെരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലയ്ക്കൽ നിന്നും എടുത്തുകളയും എന്ന് നീ അറിയുന്നു എന്ന് ചോദിച്ചു. അതിനവൻ അതെ ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. നിനക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഇന്ന് മിണ്ടാതിരുന്നോണം. നീ ഒരു അത്ഭുതം കാണാനിരിക്കുന്നെങ്കിൽ ഇന്ന് മിണ്ടാതിരുന്നോണം. നീ മടങ്ങുന്നത് ചില അത്ഭുതവുമായിട്ടായി മാറും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യും. 6-ാമത്തെ വാക്യം പറയുന്നത്, ഏലിയാവിനോട് നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ യോർദാനിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും പോയി പ്രവാചക ശിഷ്യന്മാരിൽ 50 പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്ത് നിന്നു. അവർ ഇരുവരും യോർദാൻ അരികെ നിന്നു. അവർ നോക്കിക്കോണം, ശിഷ്യന്മാർ അനേകം ഉണ്ടെങ്കിലും ലക്ഷ്യമുള്ള ഒരുവനേ ഉള്ളൂ. ഇന്ന് ആത്മാവിനകത്ത് തിരിച്ചറിയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പല സ്ഥലങ്ങളിൽ നിന്നും എലീശായോട് വരണ്ട എന്ന് പറയുമ്പോഴും ഏലിയാവിന്റെ കൂടെ നടക്കുന്നതിന്റെ കാരണം അവനകത്തൊരു ലക്ഷ്യമുള്ളത് കൊണ്ടാണ്. ഇന്ന് ലക്ഷ്യമുള്ളവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ചിന്തിക്കാത്തതിനേക്കാൾ അപ്പുറം ദൈവം ചിലത് ചെയ്യുമെന്ന് അത്ഭുതത്തെ കാണുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. സാഹചര്യം നോക്കിയല്ല കുഞ്ഞെ ആരാധിക്കാൻ ഇറങ്ങേണ്ടത്. പോക്കറ്റിൽ പണം ഉണ്ടായിട്ടല്ല ആരാധിക്കാൻ ഇറങ്ങേണ്ടത്. ഏത് ശൂന്യതയ്ക്കകത്താണല്ലോ ഞാൻ അവനെ ആരാധിക്കും, കാരണം എനിക്കൊരു ലക്ഷ്യമുണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. മഴ മാറിയിട്ടല്ല ദൈവത്തെ ആരാധിക്കുന്നത്. മഴ വന്നാലും ഞാൻ അവനെ ആരാധിക്കാം. ശൂന്യത വന്നാലും ഞാൻ അവനെ ആരാധിക്കാം. എന്റെ പടക് ശൂന്യമാണെങ്കിലും ഞാൻ അവനെ ആരാധിക്കാം. എന്റെ മുന്നിൽ ഒരു ലക്ഷ്യമുണ്ടെന്ന് പറയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. അവർക്കെതിരായിട്ട് ശിഷ്യന്മാർ 50 പേര് നോക്കി നിൽക്കുക. അവർക്കെതിരായിട്ട് ദൂരത്ത് നിന്ന് അവർ ഇരുവരും യോർദാൻ അരികിൽ നിന്നു. അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പെടുത്തു, വെള്ളത്തെ അടിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ യോർദാനിൽ ഏലിയാവ് പുതപ്പിനെ അടിക്കുമ്പോൾ യോർദാൻ രണ്ടായി വഴിമാറുന്ന സമയത്ത് ഏലിയാവ് നോക്കുമ്പോൾ എലീശായും കൂടെ നിൽപ്പുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം, സാഹചര്യം നോക്കി നിൽക്കല്ലേ, അത്ഭുതം വരാൻ പോകുക. സാഹചര്യം നോക്കി നിൽക്കല്ലേ. ഇന്ന് ചില വഴി മാറുമ്പോ കയറി നിൽക്കാൻ റെഡി ആയിക്കോ. ചില അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിൽ വരാൻ പോകുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏലിയാവ് യോർദാനെ വഴി മാറുമ്പോ അതിന്റെ കൂടെ എലീശ ഇറങ്ങി നിൽക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ആത്മാവിന്റെ ശക്തിയുള്ളവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ചില വാതിലുകൾ ദൈവം ഇന്ന് പകൽ തുറക്കപ്പെടുമ്പോ ചില വാതിലുകൾ നിനക്കായി തുറക്കപ്പെടുമ്പോ നീ കണ്ടില്ലെന്ന് പറയല്ലേ, വാതിലിന് അത്ഭുതം നടക്കാൻ പോകുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുക? നിലത്തുകൂടി അക്കരയ്ക്ക് കടന്നു. 9-ാമത്തെ വാക്യം, ഏലിയാവ് എലീശായോട് ഞാൻ നിങ്ങളിൽ നിന്നും എടുത്തുകൊള്ളപ്പെടും. അത്രയും നേരം വരെയും ഏലിയാവ് പറയാതിരുന്നത് എലീശായോട് പറഞ്ഞു.
നീ എന്നെ വിടാതെ പിന്തുടർന്നുണ്ട്. ഇന്ന് ഞാൻ വിളിച്ചു പറയാം, ഇന്ന് കർത്താവിനെ വിടാതെ പിന്തുടർന്നോണം. ഏത് സാഹചര്യം വന്നാലും നിന്നെ നിന്ദിക്കുന്നവർ നിന്ദിച്ചോട്ടെ, നിന്നെ പരിഹസിക്കുന്നവർ പരിഹസിച്ചോട്ടെ, നീ നടന്നത് ശരിയായ വഴിയിലല്ലെന്ന് നാട്ടുകാർ പറഞ്ഞോട്ടെ, നിന്നെ കുറിച്ച് അപവാദം പറഞ്ഞു പരത്തിക്കോട്ടെ, നിന്റെ ഇതൊരു വിഷയമായി മാറ്റല്ലേ. നിന്റെ ലക്ഷ്യം യേശുവായി മാറണം. നിന്റെ ലക്ഷ്യം കർത്താവിനെ നോക്കിക്കൊണ്ടായിരിക്കണം. കല്ലെറിയുന്നവൻ കല്ലെറിയട്ടെ, ശപിക്കുന്നവൻ ശപിക്കട്ടെ, നിന്റെ തലമുറയെ കുറിച്ച് അനാവശ്യം പറയുന്നവർ പറയട്ടെ, എല്ലാവരും പറയട്ടെ. പറയുന്നവരുടെ മധ്യത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആമീൻ. മിലിത്തിയയുടെ ദ്വീപിനകത്ത് പൗലോസ് അപ്പോസ്തലൻ ചെല്ലുമ്പോൾ അവന്റെ കയ്യിൽ ഒരു അണലി അങ്ങ് കടിച്ചു തൂങ്ങി കേട്ടോ. അവന്റെ കയ്യിൽ ഒരു അണലി കടിച്ചു തൂങ്ങിയപ്പോ നാട്ടുകാര് പറയാ, നാട്ടുകാര് നേട്ടിയതോ പറയാ, നീതി ദേവത ഇവനെതിരാ, നീതി ദേവത ഇവൻ ഒരു കൊലപാതകനാ, മാർക്കിടുകയാ. നിന്നെ കുറിച്ച് ചിലർ മാർക്കിട്ടോണ്ടിരിക്കുക. ഇവൻ കൊള്ളരുതാത്തവനാ. ഓ, ഇവന്റെ അപ്പന്റെ ചരിത്രം നമുക്കറിയാം. ഇവൻ ഇങ്ങനൊക്കെയാ. നാട്ടുകാർ ചരിത്രം പറയുക. നിന്റെ കയ്യിൽ ഒരു അണലി കടിച്ചു തൂങ്ങിയാൻ പറയും. കണ്ടോ കണ്ടോ കണ്ടോ, ഇവന്റെ സന്തതി ഇവന് ഗുണം വരാൻ പോകുന്നില്ല. നാട്ടുകാർ പ്രവചിച്ചോണ്ടിരിക്കുക. അവരുടെ മധ്യത്തിൽ അണലിയെ കുളഞ്ഞു കളഞ്ഞ പൗലോസ് ഉണ്ട്. ആമേ. കുറച്ച് സമയം വിത്തിൻ സെക്കൻഡ് സമയം നടന്നുകൊണ്ടിരിക്കുമ്പോ അവരുടെ കണ്ണ് മാറാൻ തുടങ്ങി. ഇവൻ ഒരു ദേവനാന്ന് പറയാൻ തുടങ്ങിയെങ്കിൽ നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ മാനിക്കുവാൻ ഒരു സ്വർഗമുണ്ടെന്ന് വിശ്വസിക്ക്. ഇന്ന് പകൽ നീ പിന്തുടരുന്നത് നിനക്ക് കല്ലെറിയുന്നവർ കാണാം, നിന്നെ നിന്ദിക്കുന്നവർ കാണാം, നിന്നെ പരിഹസിക്കുന്നവർ കാണാം. നിന്റെ ലക്ഷ്യം മാറിപ്പോകില്ല. ഓ, വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കണം. ഇന്ന് പകല് ചില അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിൽ വെളിപ്പെടണമെങ്കിൽ, ഓ, ഇന്ന് പകൽ ചില അത്ഭുതങ്ങൾ നടക്കണമെന്നവര് പറയുന്നവരല്ല. ഇന്ന് അഭിഷേകമുള്ള ദൈവം പ്രവർത്തിക്കാൻ പോവുക. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ഏലിയാവ് എലീശായോട് പറയുക, ഇന്ന് നിന്നിൽ നിന്ന് ഞാൻ മാറ്റപ്പെടാൻ പോകുക. നിന്നിൽ നിന്ന് ഇന്ന് പകല് അവൻ പറയുക, അവൻ കടന്ന ശേഷം എലീശാവിനോട്, നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? റൂട്ട് മാറി. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഈ നാളുകൾ മുഴുവൻ നടന്നത് വൃഥാവല്ല. ഞാൻ ചെയ്തതിന്റെ ഇരട്ടി പങ്ക്. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ഞാൻ ചെയ്തതിന്റെ ഇരട്ടി പങ്ക്. യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നതിലെ അധികം. ഇന്ന് പകല് നീ എന്റെ കൂടെ നടന്നപ്പോ, ആമീൻ, നീ എന്റെ പത്രോസേ, നീ എന്റെ കൂടെ നടന്നപ്പോ നീ ഒന്നും കണ്ടു കാണത്തില്ല, ശൂന്യത മാത്രമേ കണ്ടുള്ളൂ. ഒരു പെങ്കൊച്ചെഴുന്നേറ്റ് ചോദിക്കുക, നീ ഉണ്ടായിരുന്നല്ലോ യേശുവിന്റെ കൂടെ എന്ന് പറഞ്ഞ നാളുകളുണ്ട്. ആമീൻ. കളിയാക്കിയവരുണ്ട്. പത്രോസേ, മീൻ എന്തി എന്ന് ചോദിച്ചവരുണ്ട്. ആമീൻ. പലരും നാറ്റമുള്ളവനെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ നീ ഇന്ന് പകലറിയാം, നിന്നെ അന്വേഷിച്ച് വരുന്ന കാലം വിദൂരമല്ല കേട്ടോ. ആമീൻ. അഭിഷേകം ദൈവം പകരാൻ പോകുക. ഒരു അഭിഷേകം നിന്റെ മേൽ ദൈവം പകരാൻ പോകുക. ഒരു അഭിഷേകം നിന്റെ മേൽ പകരപ്പെടാൻ പോകുക. ഒരു നിന്ദിച്ചവരുടെ മുന്നിൽ ആമീൻ ഏലിയാവ് ചോദിക്കുക എലീശയോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഓ എന്ന് ചോദിച്ചു കൊള്ളുക. അതിന് എലീശ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്. ആമേ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുക? ഞാൻ ഈ നാളുകൾ മുഴുവൻ നടന്നത്, ഈ നാളുകൾ മുഴുവൻ നിന്റെ പുറകെ നടന്നത്, ഞാൻ ഇത് ചോദിക്കാൻ വേണ്ടിയാന്ന് പറയുന്നവർക്ക് എന്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഞാൻ ഈ നാളുകൾ മുഴുവൻ നടന്നത്, ഞാൻ ഈ നാളുകൾ മുഴുവൻ പ്രാർത്ഥിച്ചത്, ഈ നാളുകൾ മുഴുവൻ നിന്റെ പിന്നിൽ നിന്നത്, ഞാൻ ഇന്ന് തക്ക സമയത്ത് ചോദിക്കുക, നിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ തരണം. അവേ. എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? യോർദാൻ വഴിമാറിയതല്ല വിഷയം. അവൻ നീ കർവന്റെ ഊരി പ്രസംഗിച്ചതല്ല വിഷയം. എന്റെ വിഷയം എന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കിന്റെ ഒരു അഭിഷേകം എന്റെ മേൽ ഇന്ന് പകരണം. ആമേ. ഹല്ലേലൂയ. ആമേ. ഇരട്ടി പങ്ക് എന്റെ മേൽ പകരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ പ്രയാസമുള്ള കാര്യമാ ചോദിച്ചത്. ഞാൻ നിങ്ങളിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്കങ്ങനെ ഉണ്ടാകും. ഇന്ന് കാണണമെങ്കിൽ ഏകാഗ ഹൃദയം ഉണ്ടായിരിക്കണം. ആമേൻ. ഇന്ന് പകൽ ദൈവത്തെ നീ കാണണമെങ്കിൽ നിന്റെ ഹൃദയം ഇരുണ്ടതാകരുത്. നിന്റെ ഹൃദയം മാംസളമായൊരു ഫലകമായി മാറണം. ആമീ. ദൈവത്തെ കാണണമെന്ന് വരികിൽ ആമീ അസൂയ കുശുമ്പും യേശനെ നീ ഉപേക്ഷിക്കണം. നിർമ്മല ഹൃദയമുള്ളവർക്ക് യഹോവ. ഓ, എത്ര പേര് വിശ്വാസത്തോടെ തകർന്നുറങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥന. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം, നിന്റെ അരികിൽ ഒരു കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങണമെങ്കിൽ, നിന്റെ മേൽ ഒരു ഇരട്ടി പങ്ക് തരണമെങ്കിൽ, ഇന്ന് പൗലോസ് എലിയാവ് പറയുന്നു, നിനക്കെന്നെ കാണണമെന്ന് വരികിൽ, ഞാൻ എടുക്കപ്പെടുമ്പോൾ നിനക്ക് കാണുന്നുവെങ്കിൽ നിനക്കങ്ങനെ ഉണ്ടാകും. നിനക്കെന്നെ കാണാൻ പറ്റുന്നുവെങ്കിൽ അത് നിനക്കുണ്ടാകും എന്ന് വരും. ഇല്ലെങ്കിൽ അത് ലഭിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ
അഗ്നിരഥവും അഗ്നിശ്വാസങ്ങളും വന്നു, അവരെ തമ്മിൽ വേർപിരിച്ചു. ഇങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്ക് കയറി. ഏലിയാവിന്റെ ദൗത്യം കഴിഞ്ഞു കേട്ടോ. ഏലിയാവ് സ്വർഗത്തിലേക്ക് കയറുവാൻ തുടങ്ങി, രഥത്തിൽ മുകളിലേക്ക് കയറാൻ തുടങ്ങി. 12-ാമത്തെ വാക്യം പറയുന്നു, ഏലീശ അത് കണ്ടിട്ട് എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളിമേ എന്ന് നിലവിളിച്ചു. എന്നെ ആ സമയം ഏലിയാവിനെ കണ്ടില്ല. അവൻ വിളിച്ചു പറയുന്നു, കണ്ടവന്, ദൈവത്തെ കണ്ടവൻ അഭിഷേകം കിട്ടും കേട്ടോ. ദൈവത്തെ കണ്ടവന്, ദൈവം നിർത്തിയവന്, ദൈവത്തിന്റെ ശബ്ദം കേട്ടവന് ഇന്ന് പകൽക്കാലം അറിഞ്ഞു, നിന്റെ മേൽ ഒരു ഇരട്ടി പങ്കിന് ദൈവം തരും. ഇന്ന് പകൽ വിശ്വസിച്ചു, നിന്റെ മേൽ ഒരു ഇരട്ടി പങ്കിന് ദൈവം തരും. ഇന്ന് ഈ സഭാ ഹോളിനോട് വിളിച്ചു പറയാം, നിന്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് ദൈവം തരാൻ പോകുക. ഇന്നലെ വരെ നടക്കാത്ത ചില അത്ഭുതം നിന്റെ മുന്നിൽ വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. റബൽ ഖലാദിയാന്തര. അപ്പോൾ അവൻ തന്റെ വസ്ത്രത്തെ പിടിച്ച് രണ്ടായി ഖണ്ഡമായി കീറിക്കളഞ്ഞു. പഴയതിനെ അവൻ കീറിക്കളഞ്ഞിട്ട് പിന്നെ അവൻ ഏലിയാവിൽ നിന്ന് വീണ പുതപ്പെടുത്തു. അവൻ മടങ്ങിച്ചെന്നു, യോർദാൻ അരികെ നിന്നു. ഏലിയാവിൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിന്റെ ദൈവമായ യഹോവേ എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ യോർദാൻ വഴിമാറിയെങ്കിൽ ഇന്ന് ആത്മാവിനകത്ത് നിന്റെ നടപ്പ് വെതായായി പോകത്തില്ല. നിന്റെ നടപ്പ് വെതായായി പോകത്തില്ല. നീ യേശുവിനെ കണ്ടിറങ്ങിയതാണെങ്കിൽ, യേശുവിന്റെ വഴി നടന്നതാണെങ്കിൽ ഇന്ന് പകൽ നീ എഴുതി വെച്ചോ, നീയോ നിന്റെ തലമുറയെ പട്ടുപോകുന്ന ദേശക്കാര് പറഞ്ഞാൽ നിന്റെ മുന്നിൽ ചില യോർദാൻ വഴിമാറാൻ പോകുക. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ ഇരട്ടി പങ്കിന്റെ ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മാവ് തീയായി ഇറങ്ങട്ടെ ഈ ഹോളിനകത്ത്. നീ നടന്നത് വ്യഥയല്ല കുഞ്ഞ്, നീ നടന്നത് വ്യഥയല്ല. നിന്റെ മേൽ സ്വർഗത്തിന്റെ അഭിഷേകം പകരുക. യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ ശക്തിയുടെ ഇരട്ടി പങ്ക് ഈ ജനത്തിന്റെ മേൽ ദൈവം പകരട്ടെ. പലരും നോക്കി നിൽക്കുമ്പോ ഏലീശ മടങ്ങി വരുന്നു. അവന്റെ കയ്യിൽ ഏലിയാവിന്റെ മേലിൽ നിന്ന് പുതപ്പിരിക്കുക. അവൻ വെള്ളത്തെ അടിച്ചപ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴിമാറി. ഏലീശ ഇക്കരയ്ക്ക് കിടക്കുമ്പോ യെരിഹോവിൽ അവനെതിരെ നിന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് പറഞ്ഞു, ഇവൻ ഏലിയാവിന്റെ ആത്മാവുള്ളവനാ. ഇന്ന് ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാ, നിന്റെ നടപ്പിനകത്ത് പറയോ, സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെന്ന്. നിന്റെ എടുപ്പിനകത്ത് പറയോ, ദൈവാത്മാവ് ഉള്ളവനെന്ന്. ഇന്ന് പകൽക്കാലം ദേശത്തിനകത്ത് ദൈവം നിന്റെ ആത്മാവിനാ, ദൈവത്തിന്റെ ആത്മാവിനാ യേശു കർത്താവിനെ ഉപയോഗിച്ചെങ്കിൽ നന്മ ചെയ്തുകൊണ്ട് യേശു നടന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്ത് അറിഞ്ഞു ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുമെന്ന് വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട് ഒരു ഇരട്ടി പങ്കിന്റെ ശക്തിയെ? കർത്താവിന്റെ കൂടെ നടന്നാൽ നീ ഒരു അനുഗ്രഹമാ. കർത്താവിന്റെ ശബ്ദം കേട്ടാ നീ അനുഗ്രഹമാ. ഇന്ന് ഈ സഭയിൽ ഇരിക്കുന്നവരോട് ഞാൻ പറയാ, മനുഷ്യനല്ല നിനക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. മനുഷ്യൻ നിന്നെ മാറ്റി നിർത്തുമ്പോൾ മാറ്റി നിർത്താത്ത ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മാറ്റി നിർത്താത്ത ഒരു ദൈവമുണ്ട്. പലരും നിന്നെ മാറ്റി നിർത്താത്ത ഒരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഞാൻ ഈ സഭകളിനകത്ത് നിന്ന് വിളിച്ചു പറയുമ്പോൾ ഞാൻ പറയാം, പലരും എന്നെ മാറ്റി നിർത്തിയതാ. മാറ്റി നിർത്താത്ത ഒരു ദൈവം എനിക്കുണ്ട്. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. പലരും പറ്റത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയെടുത്തല്ല സ്വർഗത്തിൽ ദൈവം നിർത്തിയെങ്കിൽ ഇന്ന് സഭാഹോളിനകത്തു നിന്നാണ് ഞാൻ വിളിച്ചത്. ആരും മാറ്റി നിർത്തിയാൽ മാറ്റി നിർത്താത്ത ഒരു ദൈവത്തെ ഞാനിത് പ്രസംഗിക്കുന്നത്. അവൻ നിന്നോട് കൂടെ ഇരിക്കുന്നവനാ. അവന്റെ പേര് ഇമ്മാനുവേൽ എന്നാണെങ്കിൽ ഇന്ന് കാണുന്ന കഷ്ടത നിന്റെ മുന്നിൽ നിന്ന് വഴിമാറി പോവുക തന്നെ ചെയ്യും. നീ ഇന്ന് കാണുന്ന കണ്ണുനീര് നിന്റെ മുന്നിൽ നിന്ന് മാറിപ്പോവുക തന്നെ ചെയ്യും. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ദൈവം ചിലത് കൂട്ടിവരുത്തുമെന്ന് വിശ്വസിക്കുന്നവർ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 27-20 വാക്യം പറയുമ്പോ ഇസഹാക്ക് തന്റെ മകനോട്, മകനെ നിനക്ക് ഇത്ര വേഗത്തിൽ കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചതിന്, നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്ക് വരുത്തി തന്നു നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്ക് വരുത്തി തന്നെന്ന് അവൻ പറഞ്ഞെങ്കിൽ ഇന്ന് പകലിറങ്ങു നടക്കേണ്ട പോലെ നിൽക്കാൻ റെഡിയാണെങ്കിൽ ദൈവം നിനക്ക് വരുത്തി തരും. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിനക്ക് വേണ്ടി വരുത്തി തരുന്ന ഒരു ദൈവമുണ്ട്. പരിശുദ്ധാത്മാവിനെ നിനക്ക് വരുത്തി തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം നഷ്ടപ്പെട്ടതിനെ വരുത്തി തരുന്ന ഒരു ദൈവമുണ്ട്. നിന്ദിക്കപ്പെട്ടവരുടെ മധ്യത്തിൽ ഉയർത്തി കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കൈകൾ കെട്ടുപോയത് തിരിച്ചു വരുമെന്ന് ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കും? നഷ്ടപ്പെട്ടത് ചിലത് ആത്മാവിനോട് വിളിച്ചു പറയുന്നു. നഷ്ടപ്പെട്ടത് ചിലത്
ഈ നാളുകൾ അവസാനിക്കുന്നതിന് മുമ്പ് മടങ്ങി വരാൻ പോകുക. നഷ്ടപ്പെട്ടത് ചിലത്, ആമേ, ചിലത് കൈത്തളങ്ങളിൽ കൈത്തളങ്ങളിൽ ബന്ധിക്കപ്പെട്ട പോലെ നിൽക്കുന്നത് ബന്ധനത്തെ കുടഞ്ഞു കളഞ്ഞ് മടങ്ങി വരുമെന്ന് ആത്മാവിനകത്തൊരു പ്രവചനം വിളിച്ചു പറയുക. ആമേ, കൈത്തളങ്ങളിൽ ബന്ധിക്കപ്പെട്ട ചിലതിനെ ദൈവം കുടഞ്ഞു കളഞ്ഞ് മടക്കിക്കൊണ്ടുവന്ന് ആത്മാവിനകത്ത് നിർത്തി അഭിഷേകത്തിനകത്ത് നിർത്താൻ പോകുന്നു. ദൈവാത്മാവിൽ ഒരു പ്രവചന ശബ്ദത്തിനകത്ത് വിളിച്ചു പറയുന്നു, ദൈവം ചിലത് ചെയ്യാൻ പോകുക. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുക? ദൈവം ചിലത് ചെയ്യാൻ പോകുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആമീൻ. ഇന്ന് പകൽക്കാലം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഇന്ന് പകൽ വിശ്വസിച്ചോ? അത് ദൈവം കൂട്ടിവരുത്താൻ പോകുക. ദൈവം അത് കൂട്ടിവരുത്താൻ പോകുക. ഇവിടെ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്ക് വരുത്തി തന്നു എന്ന് അവൻ പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്തോ ദൈവം ചിലത് വരുത്തി തരാൻ പോവുക. ഓ, ദൈവം ചിലത് വരുത്തി തരാൻ പോവുക. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയാം, ദൈവം ചിലത് വരുത്തി തരാൻ പോവുക. ഓ, ചില അനുഗ്രഹം നിനക്ക് വരുത്തി തരാൻ പോവുക. തലമുറയുടെ ചില ഉയർച്ചകൾ വരുത്തി തരാൻ പോവുക. ആമേൻ. നീ കണ്ടിട്ടില്ലാത്ത വഴികൾ ദൈവം നിനക്ക് വരുത്തി തരാൻ പോവുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഈ നാളുകളിൽ ചില അത്ഭുതങ്ങൾ ദൈവം വരുത്തി തരുവാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ഈ പകൽക്കാല റക്കൽക്കനാദി അന്തര ദൈവ ചില പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുന്നുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാ നിന്റെ മുൻപിൽ അടയപ്പെട്ടു നിന്ന ചില വാതിലുകൾ ആമേ യോർദാൻ വഴിമാറിയ പോലെ നിന്റെ ജീവിതത്തിനകത്ത് വഴിമാറാൻ പോകുക. ആമേ, നാളുകൾ കൊണ്ട് നിന്റെ പാരമ്പര്യപരമായി പിതാക്കന്മാരുടെ കാലം തൊട്ട് അടയപ്പെട്ട് കിടന്ന ചില വാതിലുകൾ ആമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ നിനക്ക് നിന്റെ തലമുറയ്ക്കായിട്ട് ദൈവം ചില വാതിലുകളെ തുറക്കപ്പെടാൻ പോകുക. നീ കഷ്ടതയ്ക്കകത്ത് നിൽക്കുവാനല്ല, ദൈവം അതിന് പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഹല്ലേലൂയ. ഇന്ന് പകൽ അത് ചെയ്യുന്നതിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുക. ചിലരോട് ഞാൻ വിളിച്ചു പറയാ, നീ തകർന്നു പോകുന്നു, ഇവിടം കൊണ്ട് അവസാനിക്കാൻ പോകുകയാണെന്ന് ലോകം വിളിച്ചു പറഞ്ഞ അതിനപ്പുറം ദൈവശബ്ദമുണ്ട്. നീ പ്രാർത്ഥിക്കുന്നവനാണോ? നീ ദൈവസന്നിധി നിലവിളിക്കുന്നവനാണോ? ദൈവം നിന്നോട് സംസാരിക്കുമെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഹിസ്കിയാവിന്റെ കാലത്തെ കുറിച്ച് പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-5 വാക്യത്തിൽ പറയുന്നത്, നാമേ ദൈവത്തിന്റെ അരുളപ്പാട് യെശയ്യാവിനോട് പറയുക, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ ദൈവമായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുക. ഇന്ന് പകൽ എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഏലിയാവിന്റെ കൂടെ നടക്കുന്ന എലീശയോട് സ്വർഗം പറയുവാനുള്ള ഒന്നേ ഉള്ളൂ, കൊച്ചെ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുക. എത്ര പേർ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുന്നവരുണ്ട്? എത്ര പേർ അധികമായി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവരുണ്ട്? എത്ര പേർ ദൈവത്തോട് നിലവിളിക്കുന്നവരുണ്ട്? ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയാ, നീ എത്ര നാളുകൾ കൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചതാണോ ഈ 4 ദിവസങ്ങൾക്കുള്ളിൽ നിന്റെ കൈകളിലേക്ക് ദൈവം തമ്പുരാൻ കൊണ്ടെത്തിച്ചു തരിക തന്നെ ചെയ്യും. നീ ആഗ്രഹിച്ചതാണോ? ആഗ്രഹിച്ചതിനെ തള്ളിക്കളയുന്നല്ല. സക്കറിയാവ് എലിസബത്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച ഒരു കുഞ്ഞിനെ കരങ്ങളിൽ എടുക്കുവാൻ അവർ ആഹവേ ദൈവസന്നിധി പ്രാർത്ഥിച്ചെങ്കിൽ അവരത് ആ വിഷയത്തെ അവർ മറന്നുപോയി. അവർ മറന്നുപോയിട്ട് മറക്കുപോകാത്ത ഒരു ദൈവമുണ്ട്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അതുകൊണ്ടാണ് ധൂപം കാട്ടുവാൻ കടന്നു ചെല്ലുന്ന സക്കറിയാവിനോട് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, സക്കറിയാവേ നിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടിട്ടുണ്ട്. ആമേ, സ്വർഗം നിന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. നിനക്കൊരു മകൻ ജനിക്കുവാൻ യോഹന്നാനെന്ന് പേരിട. നീ മറന്നുപോയാൽ മറന്നു പോകാത്ത ഒരു ദൈവമുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, ദാനിയേൽ പ്രാർത്ഥനയ്ക്കായി മുഴങ്കാലും മടക്കി 10 ദിവസത്തോളം ഉപവാസത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിന്റെ ദൂതൻ ഇറങ്ങി, ഗബ്രിയേൽ ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, ദാനിയേലേ നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ സ്വർഗം നിനക്ക് ഉത്തരമരുളിയിട്ടുണ്ട്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നിനക്ക് വേണ്ടി ചില വഴികളെ തുറന്നിട്ടുണ്ട്. ഹിസ്കിയാവിനെ കുറിച്ച് പറയുന്നു, മരണത്തിന്റെ മുൻപിൽ നിൽക്കുന്നവർ, മരണത്തിന്റെ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നവർ, അവനോട് യെശയ്യാ പ്രവാചകനോട് ദൈവത്തിന്റെ അരുളപ്പാട് പറഞ്ഞിട്ട് പറയുക, നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയണം, ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്തു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം ഞാൻ കൂട്ടാൻ പോവുക. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? മരണം തൊട്ട് മുൻപിൽ നിന്നാൽ, മരണത്തിന്റെ തൊട്ട് മുമ്പിൽ നിന്നാൽ നിന്നെ മരണത്തിന് ഏൽപ്പിക്കാതെ ഒരു ആമീൻ അധികാരമുള്ളവനുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ശതാധിപൻ പറയുന്നു, ഞാൻ വാക്ക് പറഞ്ഞാൽ കേൾക്കുന്നവനുണ്ട്. ആമീൻ, ഞാൻ ഒരു അധികാരത്തിന്റെ കീഴിലുള്ളവനാ, നീയും ഒരു അധികാരത്തിന് കീഴിലുള്ളവനാ. നീ ഇന്ന് കൽപ്പിച്ചാൽ അത് സംഭവിക്കുമെന്ന്. ആമീൻ, ഇന്ന് പകൽക്കാലം നീ ദൈവം നിന്നെ ഉയർത്താൻ ബാധ്യതയിട്ട ഒരു മനുഷ്യനും തടയാൻ പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയണ, നിന്നെ കുറിച്ച് എന്തെല്ലാം ദേശത്ത് പറഞ്ഞു നടന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം നിന്നെ ഉയർത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ തലമുറ ഉയർത്തുക തന്നെ ചെയ്യുക. ഇന്ന് പകൽ ഈ പരിശുദ്ധാത്മാവിൽ അറിയണം, ആമേ നിന്നെ കുറിച്ച് എന്തെല്ലാം പറയുന്നവർ പറയണം
താഴട്ടെന്ന് അതിന്റെ മധ്യത്തിൽ നിന്നോട് വിളിച്ചു പറയണം, എനിക്കായുള്ള കരുതൽ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുക. എനിക്കായുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്റെ മേൽ വരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയണം. 2025 ഹല്ലേലൂയ 40 ദിവസത്തെ ദൈവസന്നിധി നിൽക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത് ആമി ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാം. ആമി ആത്മാവിന്റെ ശക്തി ഞാൻ വിളിച്ചു പറയുന്നു. അതിന്റെ 7ാമത്തെ ദിവസം രാത്രിയുടെ യാമത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു ശബ്ദം കേട്ടു, നീ ദൈവസഭയോട് ഞാൻ വിളിച്ചു പറയണം, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരുന്ന ഒരു മഹാസൈന്യവും വെട്ടിക്കിളിയും വിട്ടിലും തുള്ളലും പച്ചപ്പുഴും തിന്ന് കഴിഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകുമെന്ന് നീ അവരോട് ചെന്നൊരു ദൂത് പറയുവാൻ ആമി സ്വർഗത്തിലെ ദൈവം ആദ്യം എന്നോട് പറയുന്നു. വെട്ടിക്കിളി തുള്ളനും തിന്ന് മുടിച്ചു ഒരു കാല് ആ വർഷം ഞാൻ നിനക്ക് തിരിച്ചു തരുമ്പോ നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങൾ അത്ഭുതമായി ആർപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ ദൈവമേ യഹോവ നാമത്തെ സ്തുതിക്കുകയും എന്റെ ധനം ഒരു നാൾ എന്റെ ജനം ഒരു നാൾ ലജ്ജിച്ചു പോകത്തില്ല. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇരട്ടിപ്പങ്കിന്റെ ശുശ്രൂഷ ദൈവം നിന്റെ മേൽ പകരപ്പെടുമ്പോ നീ ഒന്നറിഞ്ഞുകൊള്ളുക, നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ 20 വർഷം കൊണ്ടാകാം, 22 വർഷം കൊണ്ടാകാം, 30 വർഷം കൊണ്ടാകാം. നീ നിനക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അത് മടക്കി തന്നെ ആദരിക്കുന്ന ഒരു നല്ല കർത്താവിനെ അത്ര ഞാൻ ഇന്ന് പകൽ വിളിച്ചു പറയുന്നത്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിച്ചു തുടങ്ങട്ടെ. ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോ ഇന്ന് നിങ്ങളോട് ഞാൻ ആത്മാവിനകത്ത് വിളിച്ചു പറയുക, നിങ്ങൾക്കൊരു മാറ്റം വരുത്തണം, നിങ്ങൾക്കൊരു മാറ്റം വരുത്തണം. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു മാറ്റം വരുത്തിയേ മതിയാകത്തുള്ളൂ. ദൈവം പ്രസാദിക്കണമെങ്കിൽ ആമേൻ. അതുകൊണ്ട് പറയുന്നു ആമേ അപ്പോസ്തല പ്രവൃത്തി, വിശ്വസിച്ചവരുടെ കൂട്ടം ഏകാഗ്രഹൃദയം, ഏക മനസ്സും പ്രാർത്ഥിക്കുന്നവർ. ഞാൻ എന്നും പറയാം, തമ്മിൽ സ്നേഹമില്ലെങ്കിൽ ഒരു വിടുതലും ഉണ്ടാകത്തില്ല. ഈ സഭയ്ക്കകത്തിരുന്നാലും ഏത് സഭ, ഈ സഭയിൽ നിന്ന് മാറി വേറൊരു സഭയ്ക്കകത്ത് പോയിരുന്നാലും കുശുമ്പും പിണക്കവും നിങ്ങൾ ഇന്നും അറിയണം ഒരപ്പത്തിൻ്റെ അംശികളാണ്. ഒന്ന്, ദൈവസന്നിധിയിൽ വിശ്വസ്തനെന്ന് വെളിപ്പെടുത്തണം. ഞായറാഴ്ചത്തെ ആരാധന ഉപേക്ഷയായി വിചാരിക്കാതെ ദൈവസന്നിധിയിൽ നെടുമ്പാട് കരയുന്നവർക്ക് വേണ്ടിയാണ് സ്വർഗം പ്രവർത്തിക്കുന്നത്. എത്ര പേര് ആമയും പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ആരാധന ഉപേക്ഷയായി വിചാരിക്കാൻ പാടില്ല. ദൈവസന്നിധിയിൽ ആമീൻ. ഏത് സാഹചര്യമൊന്നുമില്ല, സാഹചര്യമല്ല ഇവിടെ വിഷയം, സാഹചര്യത്തേക്കാൾ വലുതാ. ആമീൻ. ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്നാൽ നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? അതുകൊണ്ട് പറയുന്നത്, വിശ്വസിച്ചവരുടെ കൂട്ടം ഏകാഗ്രഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. ഹല്ലേലൂയ. അങ്ങനൊരു യൂണിറ്റ് ദൈവസഭയ്ക്കകത്ത് ഉണ്ടാകുന്നുവെങ്കിൽ ഇന്ന് പകലറിഞ്ഞു അത്ഭുതങ്ങളുടെ പെരുമഴയായി മാറും. ഹല്ലേലൂയ. നസ്രാന യേശുവിനെ ദൈവം അനുഗ്രഹിച്ചു നിർത്തിയതിൻ്റെ കാരണം യേശു നന്മ ചെയ്തതുപോലെ ഇന്ന് പകലിൽ ഞാൻ പറയാം, ആമേ, തമ്പേറിൻ്റെ താളമോ ഓർഗൻ്റെ താളമോ അല്ല നിങ്ങളുടെ ജീവിതത്തിൽ വരണ്ടേ. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നിങ്ങളുടെ മേൽ വരണം. നിങ്ങൾ ഇരുളായിരുന്നു, സ്വർഗത്തിലെ ദൈവം വെളിച്ചമാക്കി മാറ്റി. ഇരുളായിരുന്നു, നന്മയൊന്നുമില്ലായിരുന്നു, എന്നാൽ നന്മയുള്ള ഒരു ഹൃദയം ദൈവം നിനക്ക് തന്നു. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അറിയണം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ദൈവത്തിന് എൻ്റെ മേൽ പ്രസാദം തോന്നിയാൽ, ദൈവത്തിന് എൻ്റെ മേൽ മനസ്സലിവ് തോന്നിയാൽ, ഹിസ്കിയാവിനോട് പറഞ്ഞു, നീ എല്ലാ കാര്യം ക്രമീകരിക്കുക, നീ മരിക്കാൻ പോവുക. ഹിസ്കിയാവ് ദൈവത്തിൻ്റെ സന്നിധി പറഞ്ഞു, കർത്താവേ, ഞാൻ നിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. ഇന്ന് പകലിൽ പറയുവാൻ പറ്റണം, കർത്താവേ, അങ്ങയുടെ സന്നിധി ഞാൻ വിശ്വസ്തയോടെ നിൽക്കുന്നു. കർത്താവിൻ്റെ കരുണ എൻ്റെ മേലുണ്ടാകണമെന്ന് എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിയണം, ഞാൻ ഈ പറഞ്ഞ മണ്ഡലത്തിൽ ദൈവത്തിൻ്റെ സന്നിധി നിന്നാൽ നിങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ അരികിൽ വരുന്നവൻ നിന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. ഹല്ലേലൂയ. ആമീ. മറ്റുള്ളവരെ ആക്ഷേപം പറഞ്ഞും പഴിച്ചും നടന്നാൽ അതിലെല്ലാം പ്രതിഫലം ശത്രു നിൻ്റെ പാദപീഠമോളം ആക്കുന്നൊരു ദൈവമുണ്ട്. ദൈവം പറയുക, നീ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ച രേഖ പോലെ, നീ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുന്നവനാ. ഇന്ന് ആത്മാവിനകത്തറിയണം, ഈ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെയാണ് നിൽക്കുന്നത്, ദൈവത്തിൻ്റെ കരുണയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് പൗലോസ് പറയുന്നു, അധികമായി കൃപാവരങ്ങളെ തരുവാൻ ഞാൻ നിങ്ങളുടെ മേൽ ആഗ്രഹിക്കുക. അവൻ യോശുവ മോശ
യോശുവായ്ക്ക് പകർന്നു കൊടുത്ത പോലെ, ഏലിയാവ് എലീശായ്ക്ക് പകർന്നു കൊടുത്ത പോലെ, സ്വർഗത്തിലെ ദൈവം അവൻ്റെ കൃപയിൽ പകരപ്പെടുമ്പോൾ നിൻ്റെ മുൻപിലുള്ള യോർദാൻ രണ്ടായി വഴിമാറും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പകലിലും കർത്താവിൻ്റെ വലിയൊരു കരുണ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ മേശയെങ്കിലേക്ക്